യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയ്ക്ക് പുരോഹിതനാകുന്ന എലെയാസർ എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തിന് ഇവരുടെ കൂട്ടത്തിലില്ല. അപ്പൊ 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ഒന്നാമത് എണ്ണിയത് 1-ാം അധ്യായം 1-2 വായിര്. അവർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർവഴി ചാർത്തി സംഘത്തിന്റെ ആകത്തുക എടുക്കണം. നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. അപ്പൊ ആദ്യം എണ്ണിയതാ. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ ആദ്യം എണ്ണിയ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലെയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണിത്തുക എടുപ്പിനെന്ന് എണ്ണിത്തുക എടുക്കണം. അപ്പൊ 2 സ്ഥലത്ത് വെച്ചാണ് എണ്ണിയത്, 2 പ്രാവശ്യം എണ്ണി. അപ്പൊ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലോട്ട് കയറുന്നില്ല. അപ്പോൾ സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ആവർത്തന പുസ്തകത്തിന്റെ വിശേഷത ഇത് ഒന്നുകൂടെ ആവർത്തിക്കുക. പേരതാ ആവർത്തനം. പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യമാണ്. എന്തിനാ ഇത് ആവർത്തന പുസ്തകം എഴുതിയിരിക്കുന്നത്? പഴയ കാര്യമെല്ലാം ഓർപ്പിക്കുക. എന്തിന്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ദൈവം നിന്നെ എങ്ങനെയാണ് നടത്തിയത്, മുൻകാലങ്ങളിൽ ദൈവം നിന്നെ എങ്ങനെ സൂക്ഷിച്ചു, എന്ത് ഭദ്രമായി ദൈവം നിന്നെ പരിപാലിച്ചു, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി, ദൈവം നിനക്ക് ആയുസ്സും ആരോഗ്യവും നൽകി, മുള്ളും പറക്കാരയും തേളും വിഷസർപ്പവുമുള്ള മരുഭൂമിയിൽ കൂടി ദൈവം നിന്നെ നടത്തി. ആമൻ സ്തോത്രം. യശൂരുണ്ട് ദൈവത്തെ ഒരുത്തനുമില്ലെന്ന ആമൻ ആകാശത്തിൽ മഹിമയിൽ മേഘാരൂഢനായി നിന്നെ ആമൻ സഹായിക്കാൻ വരുന്നൊരു ദൈവം. ആമൻ കടുകന്നന്റെ ആമൻ ചിറകിന്മേ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ ദൈവം നിന്നെ വഹിച്ചു. ആമൻ സങ്കീർത്തനക്കാരന്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ കാലിനെ വീഴ്ചയ്ക്കെന്നും പ്രാണന മരണത്തെന്നും കണ്ണിൽ നിന്ന് നിന്നെ പിടിപ്പിച്ചു. മാത്രമാണോ നാശകരമായ കുഴിയിൽ നിന്ന് എങ്ങനെ ഒന്ന് പറ, നന്നായിട്ട് പറ. നന്നായിട്ട് പറ. ചേറ്റിൽ നിന്ന് വായിച്ചോ. 40-1 മുതൽ 40 സങ്കീർത്തനല്ലിയോട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ആ പദത്തിന് വല്ല വ്യത്യാസം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? നാശകരമായ കുഴിയിൽ നിന്നും പിന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും. വായിക്കോ ആരാ മോനെ വായിക്കേ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എങ്ങനെ ഒന്നുകൂടെ വായിച്ചേ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അങ്ങനെ ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ സ്റ്റേജിലും സദസ്സിലുമൊക്കെ ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഇവര് തന്നെ കയറിപ്പോന്നത് പോലെ ഇല്ലേ? ആ കാലം വെച്ച് തള്ളുവരലും പറപ്പിച്ച നോട്ടോ ഇരിപ്പും ഇവന്റെ ഭാവവും ഒക്കെ കണ്ട ഇവൻ ഇഞ്ഞ് കയറി വന്ന് ഇവിടെ ഇരിക്കുന്നത് പോലെ. എടെ പൊട്ടക്കണാപ്പ, നീ കയറിയതല്ല, ദൈവം നിന്നെ കയറ്റിയതാ. അതറിഞ്ഞു വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. നമ്മുടെ പരിശ്രമം കൊണ്ടോ, നമ്മുടെ മിടുക്ക് കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ വിശുദ്ധി കൊണ്ടോ, നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ, നമ്മുടെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ, നമ്മുടെ പ്രാഗൽഭ്യം കൊണ്ട് കയറിയതല്ല. അയ്യോ, ദൈവം നിന്നെ കയറ്റിയതാ. അതറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതാ ആവർത്തന പുസ്തകം. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ പഴയൊരു പാട്ടുണ്ടല്ലോ, ചേർന്ന് പാടിക്കുക. താഴ്ചയിൽ നമ്മെയോ താതരിച്ചല്ലോ, വീഴ്ചയെന്നിയേക തോമനിച്ചല്ലോ, വൈരയിൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നാമം. നമ്മുടെ പേര് കമന്ന് കിടന്നെങ്കിൽ എന്നെയും കൂടെ ഒന്ന് നോക്കണേ.
ഞാൻ പാട്ട് പാടുമ്പം എൻ്റെ ശബ്ദം കൂടണം, അവർക്ക് ഞാൻ അവസരം കൊടുക്കും, അന്നേരം അത് ശബ്ദം കൂട്ടിക്കും. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ചയെന്നിയെ കാത്തോമനിച്ചല്ലോ, വൈരികിൻ കയ്യിൽ നിന്നു വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നമുക്കും പാടിടാമല്ലോ, താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, താൻ വല്ലവനല്ലോ സ്തുതി. ചേർന്ന് പാട്. താൻ ഉന്നതനൻ കരമുയർത്തി ഈ ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ കയറിയതല്ല, ദൈവം നമ്മെ കയറ്റിയതാ. അതറിഞ്ഞ് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തോണം. നമ്മുടെ മിടുക്കൊന്നുമല്ല, ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ ദയയാ. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ ആമൻ നിരാശയുടെ ആമൻ ഭീതിയുടെ ചിത്തപ്പുറമത്തിന്റെ ആമൻ സ്വോത്രം നീർച്ചുടിയിൽ പെട്ടുകിടന്ന എന്നെയും നിന്നെയും യേശു കയറ്റി. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം വിടുക, ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ആവർത്തന പുസ്തകം ഓർപ്പിക്കുന്ന പുസ്തകമാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. അങ്ങനെ ചരിത്ര പുസ്തകമാണ് ഈ ശമൂവേലിന്റെ പുസ്തകം. ഏത് ചരിത്രമെന്ന് ഇസ്രായേൽ ചരിത്രമാണ്. നമ്മൾ വായിച്ചത് ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമെല്ലാം ഞാൻ നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇത് ദാവീദ് ആരോടാ ഈ പറയുന്നത്? ആരോടാ മോനെ അഗസ്റ്റിനെ? ആരോടാ? ഉറക്കെ പറഞ്ഞു, മൈക്കോടെ പറഞ്ഞു. ശരിയാ, മെഫീബോശത്തിനോട് ദാവീദ് പറയുകയാ, ഭയപ്പെടേണ്ട. അപ്പൊ ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് പുറകിലോട്ടൊന്ന് ഇറങ്ങി വരാം. അങ്ങനെയാണല്ലോ ദൈവവചനം പഠിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഇത് ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകമാണ്. നമുക്കറിയാം ഇസ്രായേൽ ചരിത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജാതി, ഈ ജനത, ഈ വംശം ഉടലെടുക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന ഒരു പദമുണ്ട്, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. വായിച്ച് യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ മോനെ, ചടികടാന്ന് വായിച്ചോ രണ്ടുപേരുടെ. 51:2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക് നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ പിതാവാകുന്ന ഈ അബ്രഹാമിലേക്ക് നിങ്ങളെ പ്രസവിച്ച സാറയിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചത് ഏകനായിട്ടാ. കാരണം അബ്രഹാമിനെ പറ്റി പറയുന്നത്, അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ്. ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ ഒരു കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് എല്ലാവരെയും വിളിച്ചില്ല, ഒരുവനെ ആ ദൈവം വിളിച്ചത്. നിന്റെ കുടുംബത്തിൽ ഉന്നതന്മാരും മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും വിദ്യാ നിപുണന്മാരും ബിസിനസ്സുകാരും ഒക്കെ കാണും. പക്ഷേ അവർക്കാർക്കും ലഭിക്കാത്ത പദവിയും ഭാഗ്യമാ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം വിളിച്ചവൻ കരഞ്ഞും കൂവിയും നടക്കരുത്. ദൈവം എന്നെ വിളിച്ചെന്ന് സന്തോഷത്തോടെ പറയണം. നമ്മൾ ചോദിക്കല്ലേ, അമ്മാമ്മ എല്ലാവരും ആണ്? ഇല്ല വാസ്തു, ഞാൻ തള്ളേ അങ്ങനൊന്നും പറയരുത്. കൂവിയും കരഞ്ഞും നടക്കരുത്. നീ പറയണം, എൻ്റെ വാസ്തു ഈ ദേശത്തല്ല ഞങ്ങളുടെ ആൾക്കാരാ, പക്ഷെ എൻ്റെ ദൈവം എന്നെ വിളിച്ചു. അത് കേൾക്കുമ്പം തന്നെ കേൾക്കുന്നവർക്ക് ഒരു ചൈതന്യം. ഉമ്മ രാവിലെ ഒരു കൂടിൻ്റെ കുടുംബിക്കും പിടിച്ച് കരഞ്ഞു ഒലിച്ച് നടക്കുക. നിന്റെ കൂടെ ആര് വരാനാ? ഒരു പൂഞ്ഞാൻ പോലെ നിന്റെ കൂടെ വരികയല്ല. അവരും ചിന്തിക്കും, ഈ ഗതികെട്ടവടെ കൂടെ അവരും ചിന്തിക്കുക, ഈ ഗതികാട് പിടിച്ചവൻ്റെ കൂടെ പോകുന്നതല്ല നല്ലത്, പോയി പിച്ച എടുക്കുന്നതല്ലയോ. എടാ, ദൈവം വിളിച്ചവൻ സന്തോഷത്തോടെ പറയണം, എൻ്റെ ദൈവം എന്നെ വിളിച്ചെന്ന്. എൻ്റെ ദൈവം ഈ കുടുംബത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. നിങ്ങളുടെ കുടുംബം ശ്രേഷ്ഠമായിരിക്കും, വലിയ ഭയങ്കര കുടുംബമാണ്. ചെല്ലി പറഞ്ഞു, നിങ്ങൾ പൗവത്തിലെയാന്ന്. ആയിക്കോട്ടെ, എവിടത്തിലും ആയിക്കോട്ടെ, പൗവത്തിലാ പറയാം. പിന്നെ കുറുമ്പനാടം, ഞങ്ങൾ കുന്നേലയോ, കുന്നേലയോ അത് ആഴേലയോ ആയിക്കോട്ടെ. അപ്പോൾ മറ്റോ ഞങ്ങൾ പള്ളിക്കുന്നേലയാണ്, ആയിക്കോട്ടെന്നേ. സ്തോത്രം. നീ എവിടുത്തതാന്നേലും സന്തോഷത്തോടെ പറയണം, എൻ്റെ ദൈവം എന്നെ വിളിച്ചു.
പ്രൈസ് ദി ലോർഡ്. ഉന്നതന്മാരൊക്കെ ഇവിടെ ഇല്ലാഞ്ഞിട്ടാന്നോ, മിടുക്കന്മാരില്ലാഞ്ഞിട്ടാന്നോ, സേട്ടന്മാരില്ലാഞ്ഞിട്ടാന്നോ, ലോകപരമായി ജ്ഞാനികളില്ലാഞ്ഞിട്ടാന്നോ, പക്ഷേ പോഷരാകുന്ന എന്നെയും നിന്നെയും ദൈവം വിളിച്ചു. അത് സന്തോഷത്തോടെ പറഞ്ഞോണം കേട്ടോ. അപ്പൊ ഈ അംഗബലമുള്ള വലിയ കുടുംബമാ, പക്ഷെ ഒരുത്തനെ ദൈവം വിളിച്ചോളൂ. അല്ല, വിളിക്കാൻ കാര്യം എന്നാ, അത് വേറൊരു കാര്യമാ. വിളിക്കാൻ കാര്യം ദൈവത്തിന് മനസ്സിലായി ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിന്നോളും. മറ്റവനെയൊക്കെ വിളിച്ചാൽ ഇവൻ ഇടയ്ക്കെല്ലാം ഇട്ടേച്ചോടും. ഒരു തയ്യൽ മെഷീൻ ഒരു ബാത്റൂം പണിത് കൊടുക്കാന്ന് പറയുമ്പോൾ ഇവൻ 10 കൊടുത്തെറിഞ്ഞാൽ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ പോയ ഒത്തിരി അവന്മാരുണ്ട്. ഉണ്ടെന്ന് സെറ്റ് സാരി എടുത്തു തരാൻ മോളി ഉടനെ വെള്ളസാരി കളഞ്ഞേച്ച് സെറ്റ് സാരി എടുത്ത് ഒരു കൊടിയും പിടിച്ച് അവളെ നടക്കുക ജാനാശ്ശേരി കൂടെ പ്രകടനത്തിന്. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടതാ. പേര് പറയണോ? വേണ്ട, ആയിക്കോട്ടെ. പാട്ട് കേസ്. ദൈവത്തിന് മനസ്സിലായി ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. മോനെ നെഹമ്യാവ് 9:7 ആയിരേ അവിടെ ആന്നോ നെഹമ്യാവ്? കുറച്ചുകൂടെ പുറകോട്ടെ. വായിച്ചു. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ടു. ദൈവം യഹോവ നീ തന്നെ. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. അതാ വിളിക്കാൻ കാര്യം. മനുഷ്യൻ പുറമേ നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. സർവജ്ഞനായ ദൈവം തന്നെ തൃക്കണ്ണുകൊണ്ട് അബ്രഹാമിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ, അല്ല എന്തിനാ നോക്കുന്നത്? അറിയാമല്ലോ ദൈവത്തിന്, അവിടുന്ന് സർവജ്ഞാനിയല്ലേ. ദൈവത്തിന് മനസ്സിലായി ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. ദൈവത്തിന് മിടുക്കന്മാരെ അല്ല ആവശ്യം, വിശ്വസ്തരെയാ. ദൈവത്തിന് അസാധ്യ കഴിവുള്ളവരെ ഒന്നും അല്ല ആവശ്യം, പുള്ളി കഴിവുള്ള ആളാ. ദൈവത്തിന് ആവശ്യം വിശ്വസ്തരെയാണ്. വചനത്തിലും ഉപദേശത്തിലും പ്രമാണത്തിലും സഭയോടും കൂട്ടായ്മയോടും ആരാധനയോടുമൊക്കെ വിശ്വസ്തരായി നിൽക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. നമ്മൾ ഓർക്കുന്ന ദൈവത്തിന് മിടുക്കന്മാരെയാണ്, വിശ്വസ്തരെയാണ്. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കാൻ കാര്യം ദൈവത്തിന് മനസ്സിലായി ഇവനെ വിളിച്ചു വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. അതുകൊണ്ടായി കുടുംബത്തിൽ നിന്ന് വിളിച്ചത്. ഈ കുടുംബം വലിയ കുടുംബമാണ്. ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മഹത്തായ ബൃഹത്തായ വലിയ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. അപ്പൊ കുടുംബ ശ്രേഷ്ഠത. 2, ഈ അബ്രഹാമിന്റെ കുടുംബത്തെയും ചരിത്രമൊക്കെ പറഞ്ഞ അബ്രഹാം ഈ പട്ടണത്തിൽ ജീവിച്ചയാളാ. കൽദയ പട്ടണമായ ഊര്, അപ്പോൾ ടൗണിൽ ജീവിച്ചയാളാ. പക്ഷെ ദൈവം തന്നെ വിളിച്ചപ്പോൾ ഈ ടൗണിലെ ജീവിതത്തോടൊന്നും വലിയ താല്പര്യം തോന്നിയില്ല. ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി. നമ്മളെ ഗ്രാമത്തിൽ നിന്ന് ടൗണിലോട്ട് പോയാൽ പിന്നെ പലർക്കും ഗ്രാമാന്തരീക്ഷത്തോട്ട് വരാൻ വലിയ താല്പര്യമില്ല. ടൗണല്ലയോ നല്ലത് എല്ലാം കൊണ്ടും. യാത്രാ സൗകര്യം, വാഹന സൗകര്യങ്ങൾ, പോലീസ് സ്റ്റേഷന്, റെയിൽവേ സ്റ്റേഷന്, എയർപോർട്ട്, അതുപോലെ തന്നെ ഉണ്ടല്ലോ എല്ലാം. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനും പോകാനും ഓഫീസുകളെല്ലാം എല്ലാവർക്കും അതാ ഇഷ്ടം. ചങ്ങനാശ്ശേരി ടൗണിൽ നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലവും ഒരു വീടും തരിക, പിന്നെ നിങ്ങൾ പാലമറ്റത്തോട്ട് വരാൻ താല്പര്യപ്പെടുമോ? നല്ല ഏലായി. മിക്കവരും താല്പര്യപ്പെടുകയല്ല. ടൗണിലെ ജീവിതമായ എല്ലാവർക്കും. ഇപ്പം നിങ്ങളോട് പറയാ ന്യൂയോർക്ക് പട്ടണത്തിൽ നിങ്ങൾക്ക് ഒരു വീടങ്ങ് തരിക, പക്ഷേ കൊതിപ്പിക്കാതെ, അതായിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞാലേ പിന്നെ അവിടുന്ന് പോരാൻ പലർക്കും താല്പര്യം വരികയല്ല. എന്നാൽ അബ്രഹാം അങ്ങനല്ല. ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ ആ പട്ടണത്തിലെ ജീവിതം നിർത്തിയച്ചിറങ്ങി. ചെറിയ കാര്യമാണ്. 3, അബ്രഹാമിനെ പറ്റി പഠിക്കുന്നത് ഇവര് കൽദയ ജാതിയാ. ഭയങ്കര കഴിവുള്ളവരാ കൽദായ ജാതി. വായിച്ചേ, ഹബക്കൂക്ക് ഹഗ്ഗായി 1:7, അതോ ഹബക്കൂക്ക് ഹഗ്ഗായി 1:7 വായിച്ചേ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവിൻ. 1, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ
വരുത്തും. അവര് ഭൂമണ്ഡലങ്ങളിൽ ഉടനീളം സഞ്ചരിച്ച്, ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നുപോയി, ദൈവദാസന്മാരാരേലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ഹബക്കൂക്ക് 1:7 വായിച്ചേ മോനെ, നോയിക്കേ. ഹബക്കൂക്ക് 1:7. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ. അത് തന്നെ. അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ 1:5 മുതൽ വായിച്ചോ മോനെ. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ. പിന്നെ ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ. ആശ്ചര്യപ്പെട്ട് വിസ്മയിക്കണം ജാതികളോടുള്ള ബന്ധത്തിൽ. പിന്നെ ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. ഇനി 7-ാം വാക്യം വായിച്ചോ. അവർ ഘോരവും ഭയങ്കരവുമായുള്ള. 6 മുതൽ വായിച്ച ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അബ്രഹാം കൽദായ ജാതിയാ. ഈ ജാതിയുടെ വിശേഷതയാ ഉഗ്രതയും വേഗതയുമുള്ള ജാതി. നല്ല ഉഗ്രതയും വേഗതയുള്ള ജാതിയാ കൽദയ ജാതി. ആ ജാതി എന്നാ വിളിച്ചത്. അടുത്തത്, അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കി എന്ന് പറഞ്ഞാൽ നല്ല തന്റെയോടോ മിടുക്കുമുണ്ട്, കൈവശപ്പെടുത്തും. പിന്നെ ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. ഒരു സ്ഥലത്ത് കൂനിക്കുത്തി ഇരിക്കുകയല്ല, ഭൂമണ്ഡലത്തിൽ മീതെ സഞ്ചരിക്കും. പിന്നെ അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ. പിന്നെ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. പിന്നെ അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാളും വേഗതയും പിന്നെ വൈകുന്നേരത്തെ ചെന്നായക്കളെക്കാൾ ഉഗ്രതയുമുള്ളവർ. അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. അവരുടെ കുതിരച്ചേവകർ ദൂരത്തു നിന്ന് വരുന്നു. തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. അവരേവരും സംഹാരത്തിനായി വരുന്നു. അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു. അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു. പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു. പിന്നെ അവർ ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു. ആയിക്കോട്ടെ. എന്നാലും ഇതുവരെ വായിച്ചു തന്നല്ലോ, വലിയ കാര്യം. അവരേത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു. കോട്ടയൊന്നും വിഷയമല്ല അവർക്ക്. പിന്നെ അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും. പിന്നെ അന്ന് അവൻ കാറ്റുപോലെ അടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഈ ജാതിയുടെ വിശേഷത. അത് അടുക്കടുക്കായിട്ട് പറയേണ്ടതാ, വായിച്ചങ്ങ് വിട്ടെന്നേ ഉള്ളു. അത്രയ്ക്ക് ഭയങ്കരന്മാരും ഊറ്റന്മാരും കഴിവുള്ളവരും മിടുക്കന്മാരും കോട്ടയൊന്നും അവർക്ക് വിഷയമല്ല. രാജാക്കന്മാര് അവർ മൈൻഡ് ചെയ്യത്തില്ല. അത്രയ്ക്ക് കരുത്തൻ, നല്ല മനത്തൻ്റെ ഇടമുള്ള ആൾക്കാരാ കൽദയ ജാതി. മാത്രമാണോ കൽദയ ജാതിയുടെ വിദ്യയും ഭയങ്കര ശ്രേഷ്ഠമാ. അതുകൊണ്ട് ആ ദാനിയേലിനെയും സഹോദരന്മാരെയും കൊണ്ടുപോയിട്ട് കൽദയ ജാതി, അവർ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിച്ചത്. അത്രയ്ക്ക് മിടുക്കുള്ള ജാതിയാ കൽദയ ജാതി. ആ ജാതി എന്നാ ദൈവം വിളിച്ച്. അപ്പൊ ദൈവം തമ്പുരാൻ വിളിച്ചപ്പോൾ ജാതിയുടെ ശ്രേഷ്ഠതയൊന്നും നോക്കിയില്ല. നമ്മളിതെല്ലാം നോക്കിയായി ഇറങ്ങാതിരിക്കുന്നത്. നമ്മൾ പറയുകയല്ലേ, ബേച്ച ഇതാ സത്യം, അമ്മമ്മ ഇതാ സത്യം, അതേ ഭാഷ ഞങ്ങൾക്കറിയാം ഇതൊക്കെ. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് ചാടി ഞങ്ങളുടെ കുടുംബമെന്ന് പറഞ്ഞാൽ, അയ്യോ, തോമാസ്ലിക വന്നപ്പം നേരെ ഞങ്ങളുടെ കുടുംബത്തോട്ടാണ് വന്നേ. ആണെന്നേ, തോമാസ്ലികായി കൊടുങ്ങല്ലൂർ വന്നുടനെ നേരെ ഞങ്ങളുടെ വല്യപ്പച്ചൻ ഡെക്കലോട്ടാണ് വന്നത്. പിന്നെ ഞങ്ങളുടെ വല്യപ്പച്ചനും തോമാസ്ലികായുമായിട്ട് എന്തോ അടുപ്പമായിരുന്നറിയോ. നിൻ്റെ വല്യപ്പച്ചന് അറിഞ്ഞ കേസ് പോലുമല്ല, ചുമ്മാ കള്ളപ്പാരമ്പര്യമെല്ലാം ഉണ്ടാക്കിയിരുന്ന് അങ്ങ് പറയുക. അതുകൊണ്ട് എൻ്റെ ഭാഷയെ അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് ചാടി വരാനോ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ആയിക്കോട്ടെ, അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ അത്ര ഇല്ലല്ലോ. 2, ഞങ്ങളുടെ ജാതി കൽദയ ജാതിയോ. അയ്യോ, അങ്ങനൊന്നും പെട്ടെന്ന് ചാടി ഇറങ്ങി വരാനൊന്നും ഒക്കത്തില്ല. അയ്യോ എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും മാമൂലുകളും ഒക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഈ കുടുംബത്തിൻ്റെ ജാതിയിൽ നിന്നൊന്നും ഇറങ്ങി വരാൻ ഒക്കത്തില്ല. ഇതൊക്കെയാണ് ഇന്ന് പറയുന്നത്. പക്ഷേ അബ്രഹാം ഇതൊന്നും അല്ല ചിന്തിച്ചില്ല. ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബശ്രേഷ്ഠത വലുതായി കണ്ടില്ല, ജാതിയുടെ മഹത്വവും വലുതായി കണ്ടില്ല. അല്ല, ഗുരു പറഞ്ഞിരിക്കുന്ന ജാതി ചോദിക്കരുതെന്നല്ലേ. ആണ് ആശാൻ എഴുതിയത്. നമ്മൾ സ്കൂളിൽ പഠിച്ചതല്ലയോ എന്തുവാ പദ്യത്തിൻ്റെ പേര്? ചണ്ടാല ഭിക്ഷയ്ക്ക്. പഠിക്കാനില്ലയോ കുഞ്ഞുങ്ങളെ? ഇല്ലയോടാ, പഠിക്കാനില്ലയോടാ? ഇല്ലേ? ചണ്ടാല ഭിക്ഷയ്ക്ക്. തുമതെടുന്തൻ പാളകിണറ്റില് ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർകോരി നിന്നീടീൻ. പഠിച്ചതല്ലേ?
ഒക്കെ നന്നായിട്ട് പഠിക്കുകയായിരുന്നു ഇവിടെ വന്നിരിക്കുമോ എന്നായിരിക്കും എൻ്റെ ഭാഷ. അതൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്ന ഈ പന്തലിൻ്റെ കീഴെ വന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ജാതികൾ ശ്രേഷ്ഠരാ, കൽദയ ജാതി. പക്ഷേ ദൈവം വിളിച്ചപ്പോൾ ജാതി മഹത്വം ഒന്നും വലുതായി കണ്ടില്ല. പണ്ട് ഒരു പാട്ടിനകത്തുണ്ടായിരുന്നു, എന്താണ് ബിയക്കാര ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടോ ജാതിമ. ചില അമ്മമാർക്ക് ആ പാട്ടറിയാം, ഞാൻ പാടിയപ്പം ഈ ഇളകുന്നു. എന്താണ് ബിയക്കാര ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടോ ജാതിമഹത്വം തൃണം പോൽ കരുതുന്നു നീ. അമ്പലങ്ങാട്ടങ്കനെയെ നിനക്കു പത്നിയായി വേണോ, തൂമ്പാകിളച്ചു നടക്കും തെണ്ടി. അത് ഇപ്പം ചൊല്ലിയ ഇളകും ആൾക്കാർ. ഞാൻ അടങ്ങുക. അപ്പൊ ഈ ലോകം പറയുന്ന ജാതി മഹത്വം എന്നാ. അങ്ങനെയെങ്കിൽ അബ്രഹാം ജാതിയുടെ മഹത്വം വലുതായി കണ്ടില്ല. ഒന്ന് കുടുംബശ്രേഷ്ഠത, 2 ടൗണിലെ ജീവിതം, 3 ജാതി മഹത്വം. മാത്രമാണ് ഒരു കാര്യമോടെ പറഞ്ഞ് ആ ഭാഗം വിടാം, വിഷയം അതല്ലല്ലോ. 4 അബ്രഹാം മെസപ്പൊട്ടോമിയക്കാരനാ. മെസപ്പൊട്ടോമിയ എന്നാ ദൈവം വിളിച്ച്. നമുക്കറിയാം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, ലോക സംസ്കാരത്തിന്റെ അമ്മത്തൊട്ടിലാ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അതിന് കീഴിൽ ആ മോഹൻജിദാരോ ഹാരപ്പ സിന്ധു നദീതട സംസ്കാരമൊക്കെ. അതിൻ്റെ എല്ലാം അമ്മത്തൊട്ടില് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ആ ചരിത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. അപ്പോൾ സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയ എന്ന അബ്രഹാം ഇറങ്ങിത്തിരിച്ചത്. സ്തോത്രം. അപ്പൊ ദൈവം വിളിച്ചപ്പോൾ ജാതി മഹത്വമോ കുടുംബത്തിന്റെ മഹത്വമോ സംസ്കാര സമ്പന്നതയോ ടൗണിലെ ജീവിതമോ ഇതൊന്നും വലുതായി പുള്ളി കണ്ടില്ല. അതെന്നാ ഇത് വലുതായി കാണാഞ്ഞതിന്റെ കാര്യമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം കൊണ്ട് പറയുന്നതായിരിക്കും നല്ലത്. അബ്രഹാം സംസ്കാരത്തെ വലുതായി കണ്ടില്ല, ജാതി മഹത്വത്തെ വലുതായി കണ്ടില്ല, ടൗണിലെ ജീവിതം നാഗരികത അത് വലുതായി കണ്ടില്ല, അവക്ക് അംഗബലമൊന്നും വലുതായി കണ്ടില്ല. അവക്ക് കാര്യം എന്നാന്നറിയാമോ? വായിച്ചേ മോനെ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1-2 തിരുവെടുത്ത് വായിച്ചാട്ടെ. അബ്രഹാം ഇതൊന്നും വലുതായി കാണാതെ ഇറങ്ങിത്തിരിക്കാൻ കാര്യം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചേ. ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പൊത്താമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമാന ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചെന്നെ അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാന് വന്ന് പാർക്കുന്നതിന് മുൻപ് മെസപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത പദമാ ശ്രദ്ധേയം. എന്തുവാ മോനെ അടുത്ത പദം? തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. കണ്ണും കടയും കാണാൻ മേലാത്ത ദൈവം അല്ലെന്നാ. തേജോമയനായ ദൈവം, ജീവനുള്ള ദൈവം. അതാരാ? ഏകദൈവം. ദൈവം ഒരുവനേ ഉള്ളൂ. സകല മനുഷ്യരോടും ഇതാ ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടെന്ന്. നിങ്ങളുടെ ഇരിപ്പണ ഇനി ഞങ്ങൾക്ക് എന്നാന്ന്. തേജോമയനായ ദൈവം, ജീവനുള്ള ദൈവം. അവൻ സകലത്തെ സൃഷ്ടിച്ച ദൈവം, സകലത്തെ അത് നിർമ്മിച്ച ദൈവം, സകലത്തിന്റെ മേൽ അധികാരമുള്ള ദൈവം, സകല ഭൂചര ഖേചര വസ്തുക്കളായി സൃഷ്ടിച്ച സർവജ്ഞനായ ദൈവം. ഈ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അപ്പോൾ തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ കുടുംബശ്രേഷ്ഠത വലുതായി കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ ആൾബലം ഒന്നും വലുതായി കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ ജാതിയുടെ മഹത്വം ഒന്നും വലുതായി കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ നാഗരികതയൊന്നും വലുതായി കണ്ടില്ല. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന സകല മനുഷ്യരും ആമൻ ദൈവത്തെ ഒന്ന് കണ്ട് അനുഭവിച്ച് രുചിച്ച് വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. ശരിയായ നിലയിൽ നീ ദൈവത്തെ കണ്ടാൽ പിന്നെ നിനക്കൊരു ക്ഷീണവും വരികയല്ല. നമ്മളൊരു പഴയ പാട്ട് പാടി, ഇന്ന് അധികം പാടുന്നില്ല, പാടുന്നതെല്ലാം ഒന്നിച്ചങ്ങ് പാടാന്നങ്ങ് ചിന്തിക്കുക. ഒരു പഴയ പാട്ടുണ്ടല്ലോ, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല, നിന്നെ കാണും
നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ഓ പരപരമേശ പരമരുളീശ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. തേജോമയനായ ദൈവത്തെ അബ്രഹാം കണ്ടെന്നേ. അപ്പൊ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു വിളിക്കാൻ കാര്യം ദൈവത്തിന് മനസ്സിലായി. ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചാൽ വിശ്വസ്തയോടെ നിൽക്കും. അങ്ങനെ അബ്രഹാം വിളി കേട്ടിറങ്ങി. പ്രാരംഭത്തിൽ വിളി കേട്ട് ഇറങ്ങിയെങ്കിലും നമ്മൾ അബ്രഹാമിനെ ആ ദൈവം വിളിച്ചെങ്കിലും നമ്മൾ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ തേരകനെ വിളിച്ചതുപോലെ തോന്നും. വിളിച്ചത് അബ്രഹാമിനെ, ദൈവം അബ്രഹാമിനെയാണ് വിളിച്ചത്. പക്ഷെ യാത്രയുടെ കൺട്രോൾ മുഴുവൻ ഇപ്പം തേരകനാണ്. അങ്ങനെയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ. ദൈവം വിളിച്ചവനെല്ലാം സഭയെ മിണ്ടാൻ പോലും അവകാശമില്ല. എല്ലാം പമ്മിയിരിക്കുക. വിളിക്കാത്തവനെല്ലാം കയറി ഞങ്ങൾക്ക് കസറുക. ആണെന്ന് ദൈവം വിളിച്ചവനൊന്നും മിണ്ടാനും മേലെ, അവന് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കുകയില്ല, പാടാൻ അവസരം കൊടുക്കുകയില്ല, അവന് ദൈവത്തെ ആരാധിക്കാനോ. ദൈവം വിളിക്കാത്തവനെല്ലാം കയറി അങ്ങ് കസറുക. അതെ, ദൈവം പ്രത്യേകമായി വിളിച്ച ഉപദേശിമാർക്കൊരു അവസരവുമില്ല. വിളിക്കാത്തവനെല്ലാം കയറി അങ്ങ് എന്തുവാ അങ്ങ് എന്നെ അതിന് പറയാന്നേ എന്തു പാചകവും കിട്ടുന്നില്ല. അബ്രഹാമിനെ ആ ദൈവം വിളിച്ച, പക്ഷെ വിളി കേട്ടിറങ്ങിയപ്പോൾ യാത്ര നോക്കിയാൽ നമ്മൾ ഓർക്കും വല്യപ്പനെ ആ ദൈവം അപ്പനെ ആ ദൈവം വിളിച്ചെന്ന് തോന്നും. മോനെ വായിച്ചേ, ഞാൻ തെളിയിക്കാം, വചനത്തിൽ നിന്ന് തെളിയിക്കാം. അപ്പം പിന്നെ എൻ്റെ ഒങ്ങായിക്ക് പിടിക്കുകയല്ലോ. വചനത്തിൽ നിന്നാകുമ്പോൾ അത് വായിച്ചങ്ങ് വീട്ടിൽ പോയാൽ മതി. വായിച്ച മോനെ 11:27. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിന് മുമ്പ് മരിച്ചുപോയി. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. ഇത് ഈ കുടുംബ പശ്ചാത്തലത്തിന്റെ ചരിത്രമാണ്. 27-ാം വാക്യത്തിൽ വായിക്കുന്ന തേരകന്റെ വംശപാരമ്പര്യം. അവർ തേരക് അബ്രാമിനെ, നാഗോറിനെ, ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്റെ പിതാവായ തേരകിന് മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. അടുത്ത വാക്യം. ഇവൾ മിൽക്കായുടെയും ഇസ്കായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. ഒന്നുകൂടെ വായിച്ചേ. ഇവൾ മിൽക്കായുടെയും ഇസ്കായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. അടുത്തതാണ്. സാറായി മച്ചിയായിരുന്നു. സാറായിക്ക് തലമുറയിലായിരുന്നു, മച്ചിയായിരുന്നു. അവർക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും തന്റെ ഹാരാന്റെ മകനായ തന്റെ പൗത്ര ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളെയും കൂട്ടിക്കൊണ്ട് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന്. മോനെ വാക്യം ശ്രദ്ധിച്ചോ? കണ്ടോ വാക്യം കണ്ടോ? ശ്രദ്ധിച്ച് വായിച്ച കണ്ടോ? ഒന്നുകൂടെ വായിച്ചേ മോനെ. തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി. സാറായെയും കൂട്ടി. ആര് കൂട്ടി? തേരഹ് കൂട്ടി. എന്നിട്ട് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അപ്പൊ ഇപ്പം ഇതിന്റെ കൺട്രോൾ ആരാ? മിണ്ടുന്നില്ല. എന്തായാലും ഒന്ന് പറ ചോദിച്ചാ. തേരഹ് പുള്ളിയായിപ്പോ ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് പോകുന്നത്. ദൈവം വിളിച്ചത് ആരെയാ? അബ്രഹാമിനെയാ. പക്ഷെ ഇവരെ എല്ലാം ലീഡ് ചെയ്യുന്ന ഇപ്പൊ ആരാ? വിളിച്ചവന്, വിളി കേട്ടവന് ഇപ്പൊ യാതൊരു അവസരവും ഇല്ല. വിളിയില്ലാത്തവനെല്ലാം ഇപ്പൊ ലീഡിങ്ങാ. മനസ്സിലാകുന്നില്ലല്ലോ? ഓ, ഒരാൾക്കെങ്കിലും മനസ്സിലായാൽ മതി, യോഗം വിജയിച്ചു. അയ്യോ, മിക്കടത്തും അങ്ങനെ കേട്ടോ. വലിയ വലിയ സഭകളിലൊക്കെ നോക്കിയാ ദൈവം വിളിച്ച ഉപദേശിമാരും ദൈവമക്കളും മിണ്ടാതിരിക്കുക. ഗുണ്ടകളല്ല ഇത് കയറി ഭരിക്കുക. ആണെന്ന് യോ അങ്ങോട്ട് വല്ലതും അടുക്കാൻ പറ്റുമോ? അടുത്താൽ അന്നേരം അവന്റെ തനിനിറം. അടുക്കാനൊക്കത്തില്ല. ഒരു സ്ഥലമല്ല, 90%. എന്നോടൊരു ബാബുക്കുട്ടി പാസ്റ്റർ പറഞ്ഞ, അച്ഛാ ശനിയാഴ്ച രാത്രി ആകുമ്പോൾ എൻ്റെ അടിവയറ്റിൽ കൂടെ ഒരു തീയാന്ന്. ഞാൻ ചോദിച്ചു, ബാബുക്കുട്ടി ആത്മാവിൻ്റെ? ആത്മാവിൻ്റെ ഒന്നുമല്ല, ഞായറാഴ്ച ഇവനെല്ലാം വരും. എന്തിനാന്ന് ആർക്കറിയാം. ഉണര് കൊടുക്കാനും മട്ടയെന്ന് വീണവനും മാവലി അപ്പിയവനും വണ്ടനും ഒന്നും പറയുന്നില്ല ഞാൻ. പുള്ളി പറഞ്ഞതാ ഞായറാഴ്ച ആകുമ്പോൾ ഇവനെല്ലാം ചെങ്ങാടം തള്ളിക്കൊണ്ട് വരുന്നത് പോലെ വരും. 10-നും 10:30-ക്കും എല്ലാം പമ്മി ഇവനെല്ലാം വന്ന് ഇരിക്കുക. എന്തിനാ പുറപ്പാടെന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് എനിക്ക് ശനിയാഴ്ച ആകുമ്പോൾ അടിവയറ്റിൽ കൂടെ
പിന്നെ ഒരു 2:30 ആകണം ഒരു ചെറിയ മനസമാധാനം ഉണ്ട്. വെപ്രാളമാണ്. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വിളിയില്ലാത്തവന്മാരാ. ദൈവം വിളിച്ചത് അബ്രഹാമിനെയാ. തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടത് അബ്രഹാമിനാ. പക്ഷെ ഇപ്പൊ യാത്രയുടെ കൺട്രോൾ മുഴുവൻ ആർക്കാ? തേരകിനാ, വിളിക്കാത്തവനാ. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിളിച്ചവൻ ഇപ്പൊ അവസരവും ഇല്ല, മിണ്ടാൻ പോലും ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാ, നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അതെല്ലാം നന്നായി ചെയ്യും. നന്നായിട്ട് ദൈവം ചെയ്യും. ഞാൻ വിവരിക്കുന്നില്ല, കൺവെൻഷൻ ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഭയ്ക്കകത്തായിരുന്നേ വേറെ ചില നിലകളിൽ സംസാരിക്കുന്നതായിരുന്നു നല്ലത്. പോട്ടെ. അപ്പൊ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് ഗോത്രപിതാക്കന്മാർ 12 പേര്. ഇങ്ങനെ ഇവരെ ദൈവം വർദ്ധിപ്പിച്ച് ഇവരും യോസെഫിന്റെ കാലത്ത് മിസ്രൈമിലെത്തി 70 പേര്. ഈ ജനത്തെ ദൈവം അനുഗ്രഹിച്ചു. ഒടുവിൽ ഞാൻ ഓടിച്ചു പറയാം, യോസേഫിനെ അറിയാത്തൊരു രാജാവ് മിസ്രൈമിൽ എഴുന്നേറ്റ് വന്നു അത് പീഡ വർദ്ധിച്ചു. ഒടുവിൽ ഇവരെ ദൈവം ഉദ്ധരിച്ചു. അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ച തന്റെ ജനത്തോട് ദൈവത്തിന് കരുണയുണ്ടായി. ആ കരുണയുടെ ആമേനത് കൃപയുടെ അത് ദയുള്ള ദൈവം ഇവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലി ആചരിച്ച ഇവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത്, ഒറ്റമാക്കി പറയാ, ഈ കുഞ്ഞാടിനെ അറുത്തതും ചോരത്തലി ആചരിച്ചതും യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നടല. ഒറ്റമാക്കി പറഞ്ഞ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ട് മിസ്രൈം വിട്ടു. അടുത്തത് ചെങ്കടല് കടന്നു. അത് ചെങ്കടല് സ്നാനമാ. അങ്ങനെയെങ്കിൽ അങ്ങനെ പോകുന്നല്ല. 1, എല്ലാവരും രക്ഷിക്കപ്പെട്ടോണം. 2, എല്ലാവരും സ്നാനപ്പെടണം. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം, ദൈവത്തിന്റെ കൽപ്പന. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എല്ലാവരും മറുകര കയറി. സ്നാനപ്പെട്ടേച്ച് പിന്നെ തിരിച്ച് ഉണ്ടയിട്ട് അപ്പുറലോട്ട് പോകരുത്. മനസ്സിലായോ? സ്നാനപ്പെട്ട് ഇക്കരെ കയറിയേച്ച് പിന്നെ നീർക്കാങ്കുടിയിട്ട് അക്കരയ്ക്ക് ചിലരൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ വന്ന് മുങ്ങിയേച്ച് പിന്നെ പഴയ സ്ഥലത്ത് പോയി നിൽക്കുക. ദൈവം നിന്നെ വിടുകയല്ല കേട്ടോ. നിന്റെ ഈ വിളച്ചിലും പടയനിയും അല്ല, ഇന്ന് രാത്രി നിർത്തിക്കോണം. ദൈവത്തിന് മകത്ത് ഇവര് സ്നാനപ്പെട്ട് എല്ലാവരും മറുകര കയറിയിട്ട് പുറകോട്ട് പോയില്ല, മുന്നോട്ടാ പോയത്. അക്കരെ കയറിയ ദൈവമക്കൾ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അതാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ സഹോദരന്മാര് പാട്ടുപാടി വായിച്ചു. ഓടിച്ചോടിച്ചു വായിക്കണം. 15-ന്റെ 1. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ഇവര് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ ഞാൻ യഹോവയ്ക്ക് ഒരു പാട്ട് പാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അപ്പൊ ഒരു കുതിരയുടെ പുറത്തൊരുത്തൻ ഇരിക്കുന്നു. കുതിരയെയും അതിൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഞാൻ ഒപ്പിച്ചതല്ലേ വസ്തവത്തിലെ വാക്യമാ. നിങ്ങളുടനെ എന്നെ നോക്കുന്നത്. ഞാൻ പിന്നെ ആക്ഷൻ കാണിച്ചെന്നുള്ളൂ. കുതിരയുടെ പുറത്തിരുന്ന് അപ്പോൾ കുതിരയെയും പിന്നെ അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഞാൻ തള്ളിയിട്ട കാര്യമാണോ? എടേ, ദൈവം തമ്പുരാൻ തള്ളിയിട്ടെന്ന് നിങ്ങൾ എന്നെ നോക്കുന്നത്. ഞാൻ എൻ്റെ പുസ്തകം പോലും തുറന്നില്ല, കൊച്ചുങ്ങളെ കൊണ്ടാ വായിപ്പിച്ച്. അപ്പൊ കുതിരയെയും അതിന്റെ പുറത്തിരുന്നവനെയും ദൈവം തള്ളി താഴെ കിട്ടും. പിന്നെ എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. ഇങ്ങനെ ഇവര് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ പുറപ്പാട് 15-ന്റെ 19 വരെ സഹോദരന്മാര് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. 20-ാം വാക്യം വന്നപ്പോ അമ്മാമ്മയ്ക്ക് ഉണർവുണ്ടായി. 20 അഹരോന്റെ സഹോദരി മിര്യാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. പിന്നെ സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. അപ്പോൾ സഹോദരി സമാജം ഉണർത്തപ്പെട്ടു. 20-21 അല്ലേ എന്തോ എന്നൊക്കെ അല്ലേ അല്ലേ ആട്ടോ ഉള്ളതാട്ടോ. സഹോദരി സമാജക്കാരും വന്നു. ചുരുക്കി പറഞ്ഞാൽ സഹോദരിമാര് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവർ ശൂർ മരുഭൂമിയിൽ വന്ന 22 മുതൽ ഞാൻ ഓടിച്ചങ്ങ് പോവുക. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്തു. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്തു. അവർ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിൽ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ലെന്ന് കയ്പുതലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. വൃക്ഷം കാണിച്ചു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. ഒരു ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധി
വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 27-ാം വാക്യം, പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറും 70 ഈന്തപ്പനയും അവിടെ അവർ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. ഇതിനകത്ത് ദൈവമക്കൾക്ക് പഠിക്കാനുള്ള ദൂത്, ഇവരെ 430 വർഷം അടിമകളായി. അടിമതുകം ദൈവം പൊട്ടിച്ചു, അടിമതുകത്തിൽ നിന്ന് വിടിവിച്ച് കുഞ്ഞാടനെ അറുത്തു, ചോരത്തളി, രക്ഷാനിർണയം പ്രാപിച്ചു. രക്ഷാനിർണയം പ്രാപിച്ചവൻ മിസ്രൈമിൽ കിടന്നില്ല. ആ കിടന്ന പിന്നെ ചുരുട്ടി വെച്ചേച്ച് വൈകിട്ട് പിന്നെ അവിടെ കിടന്നില്ല. അന്ന് രാത്രി അവൻ അവിടെ വിട്ടുപോന്നു. ചെങ്കടല് സ്നാനം. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറി. മിസ്രൈമുമായുള്ള സകല ബന്ധവും നിർത്തി ഇക്കരെ കയറി. അതുകൊണ്ട് ആ പഴയ ആൾക്കാരൊക്കെ പാടുന്നത് എങ്ങനെയാണെന്നറിയോ? മിസ്രൈമീട്ടതിൽ ഖേദിപ്പാനില്ലൊന്നു ആശ്വാസത്തെ ശമൻ മുൻപിലുണ്ട്. മിസ്രൈമീട്ടതിൽ അപ്പൊ ശ്രദ്ധിച്ചേ, ഞാൻ കണ്ടു, ഖേദിച്ചോണ്ടാ പാടുന്നേ. സന്തോഷിച്ചല്ലേ പാടണ്ടേ? അതിനെങ്ങനെ സങ്കടത്തോടെ പാടുന്നേ? ഇതുവരെയും വിട്ടിട്ടില്ല. ഇല്ലെന്ന് വിട്ടോ? വിട്ടോ? കിട്ടു. വിട്ടില്ലെന്നാ ഞാൻ പറയുന്നത്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. നമ്മളെല്ലാം വിട്ടെന്നും പറഞ്ഞാൽ ഈ പന്ന് പമ്മി ഇരിക്കുന്നത് വിട്ടിട്ടില്ല. ഇന്നെങ്കിലും അങ്ങ് വിടണം. എന്തോ വിടണം? പഴയ ആചാരവും അനുഷ്ഠാനവും മാമൂലും ഒക്കെ വിടണമെന്ന്. അയ്യോ അതെല്ലാം വിട്ട് പിന്നെ ഭാഷ ഒന്നും വിട്ടില്ലെന്ന്. ഇപ്പോഴും ഉണ്ട് ഒത്തിരി വിടാനുള്ള ഏതാ പഴയതൊക്കെ ഉണ്ട്. ഞാനൊരു 158 കൂട്ടം കാര്യം കുറിച്ച് വെച്ചിട്ടുണ്ട് വിടാനുള്ളത്. 158. ഇപ്പം നിങ്ങൾ പറയോ, ഓ ചുമ്മാ ഭാഷ ആവശ്യമില്ലാത്ത. എന്നാ പറയാം, മോനെ ആഗസ്റ്റിന് എണ്ണിക്കോണം. വായിക്കാനല്ല, എണ്ണാനാ കേട്ടോ. ഞാൻ ചോദിക്കും ലാസ്റ്റ് എത്രയാന്ന് കൃത്യം പറഞ്ഞോണം. വിട്ടില്ലെന്നായി പറഞ്ഞത്. പാലമറ്റം കൺവെൻഷൻ ഇപ്പം എത്രാമത്തതാ? 6 വർഷമായിട്ട് ഇവിടെ നടത്തുക. ഇതിനു മുമ്പും പലരും ഇവിടെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ മുമ്പുമൊക്കെ കുക്കു സാഹിബ് ഇതിനടുത്ത് വന്ന യോഗം നടത്തിയത് 80 കൊല്ലം മുമ്പ്. അന്ന് ആ പാലം വലിച്ചത് പണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പം അന്ന് മുതലേ ഇവിടെ യോഗം നടക്കുക. അതിനു മുമ്പ് സൈമൺ സാറ് ഇവിടെ മാമൂട്ടിൽ വന്നു, കണിച്ചുകൊള്ളത്ത്. സൈമൺ സാറ് സിറ്റി മത്തായിച്ചനും ഒക്കെ വന്നതാ. അപ്പോൾ അന്ന് മുതലേ വേർപാട് യോഗങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ്. അങ്ങനത്തെ സ്ഥലമാണ്. പക്ഷെ വിട്ടിട്ടില്ല. നിങ്ങൾ പറയോ, അയ്യോ വിട്ട് പാസ്റ്റർ. ഇല്ലെന്നാ ഞാൻ തെളിയിക്കാൻ പോകുന്നത്. വിട്ടെങ്കിൽ അല്ലേലിയാ പറഞ്ഞോണം. വിട്ടില്ല ഇപ്പോൾ ഇരിക്കും പോലെ ഇരുന്നോണം. ഇവിടെ കിടന്ന് ഇളകുമൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന കാര്യം ഉപേക്ഷിച്ചെങ്കിൽ, ആചരിക്കുന്നില്ലെങ്കിൽ, അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ കൈ നല്ല വൃത്തിയായിട്ട് കൊടുത്തി അല്ലേലൂയ എന്ന് ഇങ്ങനെ പറയണം. അല്ല ലൂയ അങ്ങനെ പറയരുത്. അല്ലേലൂയ. അപ്പം എനിക്ക് ആളിനെ ഒന്ന് അറിയാനാ, ബഹുമാനിക്കാനാ. വിട്ടില്ലെങ്കിൽ ഇപ്പം ഇരിക്കും പോലെ പമ്മി ഇരുന്നോണം. ഇനി അല്ലേലിയ ഉറക്കെ പറയുമ്പോൾ ആൾക്കാർ നോക്കിക്കോണം ഈ പുള്ളി അത് വിട്ടതാണോ ആളോ ഇല്ലയോ എന്ന്. അല്ല ചുമ്മാ കയ്യും വായും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേലിയ എന്നുമ്മ കിടന്ന് ഇളകുകയും ചെയ്യരുത്. നിങ്ങളോടും കൂടാ, എല്ലാവരും അല്ല, എന്നോടും കൂടാ. ഇപ്പോഴും എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഇപ്പോഴും ചില വ്യക്തികൾ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ തന്നെ വീട് പണി തീരുമ്പോൾ പാല് കാച്ചുന്നവരുണ്ട്. അങ്ങനെ ഇരുന്നു. അതാ നല്ലത്. അത് തന്നെ നല്ലത്. വിട്ടിട്ടില്ല, എണ്ണിക്കോണം കേട്ടോ. ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് അമ്മക്കച്ച കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. 3 മോനെ ആഗസ്റ്റിന് എണ്ണിക്കോണം. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കല്യാണ കേസ് തന്നെ, അത് തന്നെ ഒത്തിരി ഉണ്ടല്ലോ പറയാൻ. കല്യാണം കഴിഞ്ഞ് വരുമ്പം വലത്തുകാല് വെച്ചു. ഒന്നേ പറഞ്ഞു കൊടുക്കില്ലേ, അവൾ തന്നെ വെച്ചോളും. വലത്തുകാല് വെച്ച് 2 കാലും ദൈവം വലത്തതാ നല്ലതെങ്കിൽ 1 കാല് പോരായിരുന്നു. ഇത് രണ്ടും നല്ലതാ. ഇപ്പോഴും 2 സഹോദരിമാർ തമ്മിൽ വർത്തമാനം പറയുമ്പോൾ പറയല്ലേ, എൻ്റെ അനാമയെ ഞാൻ പറയുന്നതെല്ലാം സത്യമാടി. ഈ കുടുംബത്തിൽ വന്ന് ഞാൻ എന്തെല്ലാം അനുഭവിച്ചെന്നറിയാമയ്യോ. സത്യമല്ലേ? ഏടാ പല്ലി ചലച്ചെന്ന്. ഇതെല്ലാം ഈ മറുഭാഷ പറയുന്ന അമ്മണിയായി പറയുന്നെന്ന് ഓർത്തോണം. മനസ്സിലായോ? അതായി പറയുന്നത്. ഇപ്പോൾ എണ്ണിക്കോണം കേട്ടോ. ഒടുവിൽ ഞാൻ ചോദിക്കുക എത്ര പറഞ്ഞെന്ന്. ഇപ്പോഴും ചില ദൈവമക്കളെന്ന് പറഞ്ഞ് എന്നെ അന്നോ 2 ദിവസം 2-3 ദിവസം അവിടെ കൈയുടെ വെള്ള
ഇപ്പോഴും ചില എൻ്റെ കണ്ണങ്ങ് നന്നായിട്ട് ഇല്ലേ, അങ്ങനെ ഇരിക്കുമ്പോ അയ്യോ അത് മിക്കവാറും ശരിയാകാനാ നിന്റെ പറയാനുണ്ട് ഒത്തിരി. ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരെ. ചെല്ലുപരത്തിലെ തങ്കമ്മ നമ്മളൊരു സഭയിലൊക്കെയാണ് കൂടുന്നത്, പക്ഷേ സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളുടെ മുറ്റത്തൂടെ വെള്ളവും കോരിക്കൊണ്ട് ഈ മറുഭാഷ പറയാൻ ആളായി പറയാനേ. ചെല്ലുപരത്തിൽ നിന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ തുണി കല്ലേ തല്ലി, പിന്നെ കല്ലല്ല നിന്റെ തലയിലാണോ തല്ലുന്നേ? ഇവിടെ തുണി കല്ലേലല്ലേ തല്ലി വെളുപ്പിക്കണ്ടേ അല്ലേ? ഇപ്പോഴും ഇതൊക്കെ ഈ മാമൂലുണ്ടെന്ന് ഇപ്പോഴും ചില വെടക്കിനൊക്കെ. ഇപ്പൊ ചെല്ലു പറയത്തില്ല, ഈ ഒരു നല്ല കാര്യത്തിന് എന്ന് പോയാലും നശിച്ച പൂച്ച എടുത്ത് പൂച്ച നീ പൂച്ചയോട് പറഞ്ഞോ 8-ാം തീയതി ഇറങ്ങുമെന്ന്. പൂച്ച എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാ. നന്ന ഇതെല്ലാം ഇപ്പോഴും ആചരിക്കുന്നവരുണ്ടെന്ന്. എടാ കട്ടിലേ ഇരുന്ന് കാലാട്ടരുതെന്ന്, പിന്നെ കട്ടിലില്ലാതെ പിന്നെ ടവറേ കയറി നാട്ടു പോകും. കട്ടിലല്ലേ ഇരിക്കാനും കാലാട്ടാനും സൗകര്യം, പിന്നെ ടവറേ കയറും അവനെ. ഇപ്പോഴും കൊണ്ട് ഇതൊക്കെ വിശ്വസിച്ച് ആചരിക്കുന്ന ചിലരുണ്ടെന്ന്. അമ്മായിയമ്മ മരുമകളോട് എടി നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കടുക് താഴെ തൂവരുതെന്ന്. കടുക് അതെന്നാ വഴക്ക്? സഭയ്ക്കകത്തെല്ലാം കടുക് തൂയാന്നോ വഴക്കുണ്ടാകുന്നത്? കസാര എടുത്ത് അടിക്കുന്ന, കമ്പി വടിക്ക് അടിക്കുന്ന കടുക് തൂയ? ഉമ്മാ ഊളത്തരവല്ല നീ വിശ്വസിച്ച് ചുമ്മാ വെടക്ക് പിടിച്ചതിനെയല്ല എന്നെ ചെയ്യുന്നെന്ന്. എത്രയായി ആഗസ്റ്റിനെ? ഉറക്കെ പറ. 10 12 മൈക്ക് കൂടെ പറ. 12 ഇനിയുണ്ട്. 158 എണ്ണമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ലെന്ന്. ഇപ്പോഴും ചിലര് വീട് വെക്കുമ്പോൾ കള്ളിപ്പാല കെട്ടി തൂക്കിയിടുന്ന കണ്ടിട്ടില്ല? ആരാണ്ട് പറഞ്ഞു കൊടുത്ത് കണ്ണും ദോഷം. ഇന്ന് ഞാനൊരു വീട്ടിൽ ചെന്ന് പറഞ്ഞു കണ്ണും ദോഷം കിട്ടിയെന്ന്. ഞാൻ തുമ്പ തള്ള മട്ടുപുറത്താൻ പറഞ്ഞ തള്ളയ്ക്ക് മട്ടെന്ന് പറഞ്ഞ് കണ്ണും ദോഷം കിട്ടിയ അവരുടെ ചക്കയെല്ലാം പൊഴിഞ്ഞു വീഴുന്നെന്ന്. കണ്ണും ദോഷമാണ്. അപ്പം ആ വായി തന്നെ പറഞ്ഞു വീണ്ടും ചക്ക കിളുക്കാൻ തുടങ്ങിയെന്ന്. അയ്യോ എന്നാ ചെയ്യാൻ? അപ്പം വേറൊരു തള്ളയാ പറഞ്ഞ കണ്ണും ദോഷമാണ്. ആ തള്ള ചക്ക തിന്നുകയും ചെയ്തതാ. മട്ടാന്നിതിനെല്ലാം കണ്ണും ദോഷം. പാപ്പച്ച 1-ാം തീയതി രാവിലെ ഇവിടം വരുന്ന വരണേ. കഴിഞ്ഞ 1-ാം തീയതി പാപ്പച്ചനെ കണ്ടുകൊണ്ട് പോയത് കൊണ്ട് ആ പോയ കാര്യം നിനക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരു നീ ഇതുപോലെ വർക്കത്ത് കേട്ട ഒരെണ്ണം ഇതന്നെ അമ്മാമേ ഇല്ലി കുടിച്ചു വെക്കാനാ അത് പറഞ്ഞിട്ടുണ്ട്. അവർ അവിടെ താമസിക്കുന്നിടത്തോളം കാലം നമുക്കത് അതിനാ ഇല്ലി. എൻ്റെ അനിയത്തി പിന്നെ മേരിക്കുട്ടിക്ക് മകന്നാളാണ്. ആന്നോ? പിന്നെ വെച്ചടി കയറ്റവാ. അവൾ മേളി പണിയുന്നു. ഉണ്ടെന്ന് ഇതൊന്നും വിട്ട് എന്നിട്ട് സഭയെ വന്നേച്ച് കിടന്നങ്ങ് അലറുകയും മറുഭാഷയുടെ അയ്യരുകളി മിണ്ടി പോകരുത് നീ. ഈ ആവശ്യമില്ലാത്ത ആചാരവും ദുരാചാരവും പാരമ്പര്യവും എല്ലാം. എൻ്റെ അമ്മാമ്മ അയാൾ ഈ കൊച്ചിനെ നോക്കി വെച്ച് പറഞ്ഞ് നന്നായിട്ടിരിക്കുന്നു. അന്ന് മുതൽ വയറ്റിളക്കം തുടങ്ങിയതാ. കണ്ടാ അയാൾ നോക്കിയിട്ടാണോ? നീ പോത്ത് പോലെ കടന്നു വെച്ച് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. നീ രാവിലെ എഴുന്നേറ്റ് ഈ കുഞ്ഞിനെയും കൂടി ഇരുത്തി അല്ലെ കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ പുസ്തകം പഠിപ്പിക്കുന്നത് യഹോവയ്ക്കൊരു ദോഷവും വേണം നിന്നെ. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം. നീ മുതുപാതിര വരെ മൊബൈൽ മാന്തി അവസാനം മൊബൈൽ നിന്റെ നെഞ്ചത്ത് കിടന്ന് അത് ഓഫാക്കി പോലും ഇങ്ങനെ പോത്ത് കിടക്കും പോലെ കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും എൻ്റെ ദൈവമേ എന്നല്ലല്ലോ തപ്പുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണിത് നെഞ്ചത്താന്ന് നെഞ്ചത്ത് താഴെ പോയി അത് പിന്നെ കോള് വന്നപ്പം കണ്ട് നിരങ്ങി തലേണ്ട അത് പിന്നെ താഴെ തപ്പുക. അന്നാരുമെങ്കിലും എൻ്റെ ദൈവമേന്ന് വിളിക്കുകയല്ല. അയ്യോ നീ എങ്ങനെ രക്ഷപ്പെടും? പറ, എങ്ങനെ രക്ഷപ്പെടും? ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഒരാളുടെ കാര്യമല്ല, സിംഹഭാഗവും ഇതൊക്കെ തന്നെ. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ള ദുരാചാരങ്ങളെ അനാചാരങ്ങൾ ഇതെല്ലാം ദൈവമക്കൾ വിടണം. മനസ്സിലായോ? കല്യാണം കഴിച്ചു ഇപ്പോഴും കൊണ്ട് ചടങ്ങുണ്ട്. പിന്നെ നാളെ ഒരാൾ പറഞ്ഞു വയറ് കാണാൻ പോവാ. ഇന്നുവരെ നീ വയറ് കണ്ടില്ല.
നീ നിന്റെ വയറങ്ങ് കാണ് ആദ്യം ചൊവ്വനെ. കാണാനൊക്കെ നില കണ്ണാടി വെച്ചേ ചങ്ങ് കയറി, ഇതാണ് വയറ്. ഉമ്മ ഓരോ ഭ്രാന്ത് പിടിച്ചതെല്ലാം സഭയ്ക്കകത്ത് വന്ന് കയറി. ഉണ്ടെന്ന് യോ നമ്മൾ അവിടെ പോകുമ്പോൾ 501 കുഴലപ്പം, 5 കിലോ കേക്ക്, ഇതെല്ലാം കൊണ്ട് ചടങ്ങുണ്ടെന്ന്. പിന്നെ ആ വീട്ടിൽ പോകുമ്പോൾ ഒറ്റ സംഖ്യയെ പോകാവുള്ളൂ, പെട്ട സംഖ്യ. ആളും മേലെ ആള് പോയാൽ ഉണ്ടോ എന്നുവെച്ചാൽ ഞായറാഴ്ച വന്ന് കർത്തനം എലി വിഷം തിന്നുമ്പോൾ ഞായറാഴ്ച വന്ന് അത് വങ്ങ് തിന്ന്. ഇപ്പോഴും കൊണ്ടുവന്ന് 28 കെട്ടിന് പോകുന്ന ആൾക്കാരുണ്ട്, ചരടും മേടിച്ചോണ്ട്. സഭയെ വന്നത് അള്ളയാ, പക്ഷേ ഞാൻ ഈ ഞായറാഴ്ച കാണുകയല്ല. എന്നാ അമ്മേ? ഒരു സ്ഥലം വരെ പോവുക. എവിടെ പോവാമേ? അമ്മ എവിടെ അമ്മയെ പോകുന്നു? പക്ഷേ എൻ്റെ അനിയത്തി അവൾക്ക് ഒരു മോളെ ഉള്ളായിരുന്നു, കൊച്ചുങ്ങൾ ഉണ്ടാകാതിരുന്നൊരു കൊച്ച്. അവൾ വീട്ടിൽ വന്ന് കൊച്ചിനെയും കാണിച്ചു. ഇവിടെ പറഞ്ഞു, അമ്മച്ചി തന്നെ പറയണം 28 കെട്ടി. നീ 28 കെട്ടാൻ പൊക്കോ, അധികം താമസിക്കാതെ നിന്റെ കഴുത്തിനൊരു കെട്ട് വരും. ദൈവമക്കളോടായി പറയാൻ കേട്ടോ, പുറത്തുള്ളവരോടല്ല, പെന്തിക്കോസുകാരോടായി പറയാൻ, അവരോടായി ഇപ്പം പറയുന്നത്. വിശേഷിച്ച് തിരുമേശി എടുക്കുന്ന നിന്നോടാ പറയുന്നത്. ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള ചടങ്ങിന് പോകരുതെന്ന്. പോകുന്നവര് പോട്ടെ, നീ തിരുമേശി എടുക്കുന്നത് യോവൈതല. അടിയന്തരത്തിന് പോകുന്ന ബന്ധുക്കോസുകാരുണ്ട്, മരണ വീട്ടിൽ പൊക്കോണം, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം, ഒക്കുന്നെങ്കിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. അതിനുശേഷമുള്ള ക്രിയകൾക്ക് ദൈവമക്കൾ പോകണ്ട. അതെന്നാ? അതിനുശേഷം എന്നാ ചെയ്താലും ഏക്കുകയല്ലെന്ന്. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നാഴി വെള്ളം കൊടുക്കണം. നാഴി വെള്ളം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം. വെള്ളം അനത്തി അതുങ്ങൾ കുടിക്കും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ വെള്ളം കൊടുക്കുകയില്ല, കയറുകയില്ല, ഉരിയരിക്ക് ഉപകാരമില്ലാത്ത നീ ചത്ത് കഴിയുമ്പോൾ നാട്ടുകാർക്കെല്ലാം ഇലയിട്ട് ഊണ്, പിന്നെ പപ്സ്, പിന്നെ പഴം. എന്തിനാടാ ഇങ്ങനെ കൊടുക്കുന്നത്? എന്തിനിങ്ങനെ കൊടുക്കുന്നത്? അവസാന ചെമത്തേരിയുടെ അവിടെ മുഴുവൻ പപ്സും പഴവും അതിൻ്റെ കൂടും. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വിളകി മേലിൽ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നേക്കരുതെന്ന് പറയും. ഡെഡ് ബോഡി ആയിട്ട് ആകെ അല്പനേരമുള്ള ഓടിക്കോളാൻ പറയും. ജീവിച്ചിരിക്കുമ്പോൾ ഇത് ചെയ്യണമെന്നേ മനസ്സിലാകുന്നുണ്ടോ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത് ഒന്നൊരു ഫോട്ടോ എടുത്താൽ നല്ലതാ. ജീവിച്ചിരിക്കുമ്പോൾ മിണ്ട് കയ്യിൽ അടുക്കുകയല്ല, എന്നിട്ട് ചത്ത് കഴിയുമ്പോൾ ഫോട്ടോ എടുത്ത് ചാച്ചൻ നിത്യതയിൽ ആരുടെ പാച്ചൻ. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തോർത്ത് കൊടുത്താൽ കുളിച്ച് തോർത്തുകയോ തോളട്ടുകയോ ചെയ്യും. ജീവിച്ചിരിക്കുമ്പോൾ തൂവാലിക്ക് പോലും ഉപകാരമില്ലാത്ത നീയും നിന്റെ വെമ്പളയും ചത്ത് കഴിയുമ്പോൾ ചോച്ചപ്പയും കീച്ചപ്പയും പട്ടും വെള്ളത്തുണി എല്ലാം കൊണ്ട് നെഞ്ചത്തിട്ടിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടേ? ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. എല്ലാം പിടികിട്ടുന്നുണ്ടോ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത് ഒന്ന് ഉമ്മ കൊടുക്കണം. മരുമകളാന്നേലും മോളാന്നേലും മോനാന്നേലും ജീവിച്ചിരിക്കുമ്പോൾ അടുക്കത്ത് വലിയ ഉമ്മയും വെക്കുന്നത്, ഡെഡ് ബോഡി എടുക്കാത്തത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉമ്മ തള്ള പ്രതീക്ഷിച്ചതാ. ഒരു ഉമ്മ മകളൊരു ഉമ്മ കൊടുക്കാൻ, മോനൊരു ഉമ്മ കൊടുക്കാൻ, കൊച്ചുമോനൊരു ഉമ്മ കൊടുക്കാൻ ഈ തള്ള പ്രതീക്ഷിച്ചതാ. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുകയില്ല, പോകുകയില്ല, മിണ്ടുകയില്ല. അടി ചത്ത് കഴിയുമ്പോൾ നാട്ടുകാരൻ കണ്ട് ഒപ്പിച്ച് അങ്ങനല്ല, കരണം പൊട്ടി കണ്ണയിലോട്ട് അങ്ങ് ഉടച്ച് തേക്കണം. നീറിപ്പോണം ഇതിലേക്കൂടെ. എന്തിനിങ്ങനെ? ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. മരിച്ചു കഴിഞ്ഞ് ചെയ്തിട്ടൊന്നും ഏക്കുകയില്ലെന്നായി പറഞ്ഞത്. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ചടങ്ങുകളും ആചാരങ്ങളൊക്കെ ഉണ്ട്. ദൈവമക്കൾക്ക് ഇത് പാടില്ല. മനസ്സിലായോ? ഇപ്പം എത്ര എണ്ണമായി മോനെ? 20 ഉണ്ട്. ഇനിയുണ്ട്. എൻ്റെ ഇതല്ലല്ലോ നമ്മുടെ വിഷയം. ബാക്കി ഇനിയും കിടക്കുന്നത് പിന്നെങ്ങാനും പറയാം. ഇപ്പം തന്നെ ആയല്ലോ. ഞാൻ പറഞ്ഞ എല്ലാം വിട്ടിട്ടില്ല. ദൈവമക്കൾ വിടേണ്ട വിഷയങ്ങൾ ധാരാളമുണ്ടെന്ന്. പഴയ ആചാരങ്ങള്, മാമൂലുകള്, പിന്തുടർച്ചകള്, പാരമ്പര്യങ്ങള് ഇതെല്ലാം വിടണം. കാരണം ഇത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്
നിങ്ങളെ അപ്പൊ നമ്മൾ ഇതെല്ലാം വിട്ടേച്ച് വേണം. പണ്ട് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. വായിച്ച് 2-3 വാക്യം നേരത്തെ എങ്ങനെയായിരുന്നെന്ന്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2 മുതൽ താഴോട്ട്, 5-ാം അധ്യായത്തിന്റെ 8, 7, 9, തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ട് ആ വാക്യം പിന്നെ പറയാം. ആദ്യം വായിച്ച ഗലാത്യ ലേഖനം 4-8 മുതൽ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞും വിശേഷം ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? അപ്പൊ ശ്രദ്ധിച്ചേ, എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ കാര്യമാണ് ദൈവത്തെ അറിയാതെ, ഏതാ സത്യദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വരിക. ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല, ഇപ്പൊ നമുക്ക് ദൈവത്തെ അറിയാൻ മാത്രമാണോ ദൈവം നമ്മളെ അറിയുന്നു. അങ്ങനെ അറിഞ്ഞിരിക്കുന്ന നിങ്ങൾ പഴയതിലോട്ട് ഇനിയും പോകരുതെന്ന്. ബാക്കി വാക്യങ്ങളൊന്നും ഇപ്പം വായിക്കുന്നില്ല, വിഷയമല്ലാത്തത് കൊണ്ട്. ഇതിൽ നിന്നാണ് ദൈവം വിളിച്ചു വേർതിരിച്ചത്. അതെ, അപ്പോൾ ഇവര് മിസ്രയീം വിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച ഭാഗമാണ് 22 മുതലുള്ള വാക്യം. 15-ന്റെ 22 മുതൽ വിവരിക്കുന്നില്ല. പിന്നീട് ഇവര് സീൻ മരുഭൂമിയിൽ വന്ന് പിന്നെ രഫീദീമിലെത്തി ഇങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് വരികയാണ്. എന്തിനേറെ ഒടുവിൽ ഈ മരുഭൂമി യാത്രയിൽ ഇതിനിടയ്ക്ക് മിടുക്കന്മാര് സേട്ടന്മാരും എല്ലാം പട്ടുപോയ നല്ലൊരു വാക്യം മുടിഞ്ഞു പോയെന്നാണ് എഴുതിയേക്കുന്നത്. എനിക്കത് പറയാൻ പേടിയാ, എന്നാലും വായിപ്പിച്ചേക്കാം. വായിച്ച് ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 വായിരേ. അവിടെ മുടിഞ്ഞു പോയെന്നാ. ഇപ്പോൾ എഴുന്നേറ്റ് സേരേദത്തോട് കടപ്പിനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേദത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരേദത്തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെ യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞെന്നാണ് എഴുതിയേക്കുന്നത്. അത് പറയാൻ പേടിയാ, പക്ഷെ പറയാതിരിക്കാനൊക്കത്തിൽ എഴുതിയിരിക്കുക. പിന്നെ എഴുതിയിരിക്കുക മുടിഞ്ഞെന്ന്. വായിച്ചേ, അവർ മുടിഞ്ഞു തീരുന്നത് വരെ. ആ പദം അത്ര നല്ല പദമല്ലല്ലോ, മുടിക്കാനാണോ ദൈവം നിന്നെ വിളിച്ചേ? വിശുദ്ധന്മാരുടെയൊക്കെ മരണത്തെ പറ്റി ഇങ്ങനെ നല്ല പദമാ. അങ്ങനെ യഹോവയുടെ ദാസനാകുന്ന മോശ വചനപ്രകാരം മരിച്ചു. വെളിപ്പാട് പുസ്തകത്തിലൊരു പദമുണ്ട്, കർത്താവിൽ മരിക്കുന്ന മൃതം. നല്ല പദമാ. എബ്രായ ലേഖനത്തിൽ എങ്ങനെ വിശ്വാസത്തിൽ മരിച്ചു. അപ്പോൾ വിശ്വാസത്തിൽ മരിച്ചു, കർത്താവിൽ മരിച്ചു, വചനപ്രകാരം മരിച്ചു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് മുടിഞ്ഞു പോയെന്നാ. എന്നെ കേൾക്കുന്നവരെ, മുടിയാനല്ല ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. പക്ഷെ മുടിയാൻ കാര്യം എന്നാ? മുടിയാൻ കാര്യം പ്രമാണത്തിൽ നിൽക്കുന്നില്ല. അതാ മുടിയാൻ കാര്യം. അത് നമുക്ക് മുമ്പോട്ട് പോയേക്കാം. അങ്ങനെ ഇവര് പട്ടുപോയി. ഇതിനിടയ്ക്ക് അഗരോ മരിച്ചു, മിരിയാം മരിച്ചു, മോശ വചനപ്രകാരം മരിച്ചു. മോശയുടെ കൈക്ക് വെള്ളമൊടിച്ച യോശുവ നേതൃത്വ നിരയിൽ വന്നു. യോശുവയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, യോർദാൻ കടക്കാനൊക്കെ പ്രതിസന്ധികൾ വന്നു. പക്ഷേ യോർദാൻ കടന്നു. എരികോ കോട്ട പിടിച്ചടക്കി, ഹായി പട്ടണം പിടിച്ചു, ഗിബയോൻ നിവാസികളെയും ഒതുക്കി ദേശം പിടിച്ചടക്കുക. ഒടുവിൽ ഇവര് കനാനിൽ വന്ന് കാലുകുത്തി, മന്ന നിന്നു, ദേശം ചീട്ടിട്ട് പകത്തു കൊടുത്തു. ശീലോവിൽ കൊണ്ട് സമാഗമന കൂടാരം അങ്ങോട്ട് നിവർത്തി. 18:1 പെട്ടെന്ന് വായിച്ചോ യോശുവ, പെട്ടെന്ന് വായിര്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവരുടെ സമാഗമന കൂടാരം ശീലോവിൽ കൊണ്ട് സ്ഥാപിച്ചു. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ യോശുവ ദേശം അങ്ങോട്ട് പകത്ത് കൊടുത്തു. ഓരോ ഗോത്രത്തിനും കുടുംബത്തിനും എണ്ണമനുസരിച്ച് അങ്ങോട്ട് ദേശം പകത്ത് കൊടുത്തു. അങ്ങനെ ഇവര് ദേശത്ത് പാർത്തു. ഒടുവിൽ ഇവരെ നിയന്ത്രിക്കുവാൻ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ശങ്കർ, ഒക്കിനിയല്, എടങ്കയ്യനായ യേഹൂദ്, ദബോറ എന്ന പ്രവാചകി, പിന്നെ ഇബ്സാന്, താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഗിദയോന്, ഇബ്താക, ബാരാക്ക്, ശിംശോൻ, ശാമുവേൽ വരെയുള്ളതായ പ്രവാചകനും ന്യായാധിപനുമാകുന്ന ഏതാണ്ട് 18 പേരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇവർക്ക് ന്യായപാലനം ചെയ്തു. പക്ഷെ ന്യായപാലനമൊക്കെ ചെയ്തെങ്കിലും ഇവരാരും പ്രമാണത്തിൽ നിന്നില്ല. ഇങ്ങനൊരു വാക്യമുണ്ട്, 17:6 വായിച്ച മോനെ. ന്യായാധിപന്മാരുടെ പുസ്തകം 17:6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. നന്നായിട്ട് വായിച്ചു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ച പോലെ നടക്കുക. അതാ പ്രമാണം തെറ്റി. ഓരോരുത്തൻ
ബോധിച്ച പോലെ. ഇപ്പൊ സഭയ്ക്കകത്തുമൊക്കെ അങ്ങനെ ബോധിച്ച പോലല്ലേ നടക്കുന്നത്? അതെ, ബോധിച്ചപ്പം വരിക, ബോധിക്കുമ്പം പോകുക, ബോധിക്കും പോലെ ഇരിക്കുക, ബോധിക്കും പോലെ സ്വോത്രം പറയുക. എല്ലാം ആർക്കും പാസ്റ്റർമാർക്കാർക്കും മിണ്ടാനൊക്കത്തില്ല. മിണ്ടിയാൽ ഇവൻ സഭയിൽ നിന്ന് പോകും. ഇവൻ പോയ അടുത്ത സഭക്കാർ ഇവനെ എടുക്കാൻ നോക്കിയിരിക്കുക. അവനോട് കൂടെ കൂടെ പറയുന്നുണ്ട്, വരണേ വരണേ വരണേ. ആന്നെന്ന് പണ്ട് ഞങ്ങളുടെ അച്ചായനൊരാ പറഞ്ഞു, ഇപ്പം മീൻ പിടിക്കുന്നതെല്ലാം വല്ലവരും പിടിച്ചതല്ലയോ, അല്ല ഫ്രഷായിട്ട് കിട്ടുന്നില്ലല്ലോ. കുട്ടനാടൻ ഭാഷയിൽ ഞങ്ങളുടെ ഒരു അച്ചായൻ പറഞ്ഞാൽ ഇപ്പം പിടിക്കുന്ന ഒരുത്തം കൊണ്ടുവന്ന് വലിയ പെരുവല കിട്ടും. പെരുവല കേട്ടിട്ടുണ്ടോ? പെരുവല. പെരുവല എന്ന് പറഞ്ഞാൽ വലിയ വലയാണ്. അതിങ്ങനെ ഏറിയാ തിരിച്ചാ അവനെ ഇങ്ങനെ ഒന്ന് പെരുവല അസംബ്ലീസ് ബോർഡുകാർ കൊണ്ടുവന്ന് പെരുവല അങ്ങോട്ട് ഇട്ടു. ഉദാഹരണമാകട്ടോ. പെരുവല ഇട്ടപ്പോൾ അടുത്ത സഭക്കാര് അതിനകത്ത് കൊണ്ടുവന്ന് ഉടക്കുവല ഇട്ട്. അവൻ പെരുവല ഇട്ടെങ്കിൽ നിനക്ക് വേറെ എത്രയോ സമുദ്രം കിടക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് ഓഷന്, പസഫിക്. ഇവൻ വിട്ട പെരുവലയ്ക്ക് അകത്ത് ഇടണോ? അവൻ അസംബ്ലീസ് ബോർഡുകാരൻ പെരുവല അങ്ങോട്ട് കൊണ്ടിട്ടപ്പോൾ പുള്ളി പറഞ്ഞതാ, കടവാന്നേ എൻ്റെതല്ലേ. കച്ചവടക്കാരൻ അതിനകത്ത് കൊണ്ടുവന്ന് ഉടക്കുവല ഇട്ട്. അവൻ ഉടക്കുവല ഇട്ട് അങ്ങോട്ട് പോകും. IPC-കാരൻ അതിനകത്ത് കൊണ്ടുവന്ന് ഒരു വീശ്. ഇപ്പം 3 വലയായി. പുള്ളി പറഞ്ഞതാ, എൻ്റെതല്ല, കടവാ. അപ്പം ആദ്യം വലിയ ഉടക്കുവല, പെരുവല, അതിനകത്ത് ഉടക്കുവല, എല്ലാം ഇതിനകത്താണ്. അപ്പം IPC കൊണ്ടുവന്ന് അതിനകത്ത് IPC അത് എടുത്തുകൊണ്ടിങ്ങോട്ട് വരുന്നപ്പോൾ അതിനകത്ത് ഒരുത്തൻ ചെന്ന് ഒറ്റാലിനൊറ്റി. ആ വലയ്ക്കകത്ത് ഒറ്റാല്, പഴയ അപ്പന്മാർക്കറിയാം ഒറ്റാല്. അവൻ ഒറ്റാലിന് ഒറ്റി അവനെ തപ്പിയപ്പോൾ ഒരുത്തൻ ദൂരെ നിന്ന് മുപ്പല്ലിക്ക് അതിനകത്ത് കുത്തി. ആകെ ഒരു മീനാ, അവൻ മുപ്പല്ലിക്ക് കുത്തി. അവൻ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ മിടുക്കനായിരുത്തൻ ദൂരെ നിന്ന് കാഞ്ചിത്തറ്റാലിക്ക് തെറ്റി അവനെടുത്തു. ഈ മീനെ ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന എന്തേലും ഗുണമുണ്ട്? എത്ര വല കയറി വന്നതാ. ഇവനോട് നമ്മൾ വല്ലതും ചോദിച്ചപ്പോൾ പിന്നെ എന്നോടാണോ ഇത് പറഞ്ഞത്? ഞാൻ പെരുവലക്കകത്ത് കിടന്നവനാ കേട്ടോ, കളിക്കരുത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഞാൻ ഉടക്കുവലയൊക്കെ കണ്ടിട്ടുണ്ട്. ഉടനെ മറ്റവൻ ഞാനും വീശുവലയ്ക്കകത്ത് കിടന്നതല്ലയോ. ഉടനെ വേറൊരു എന്നോട് കളിക്കരുത്. ഒറ്റയാലേ ഉള്ളായിരുന്നു. അതിനകത്ത് ഞാൻ കുറേ നേരം ഒന്നും വിട്ടാൻ മേല. ഇത് കൈയടിക്കത്തുമില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, സ്തോത്രവും പറയുകയില്ല. വന്ന് ചുമ്മാ കുളക്കര മുണ്ടി ഇരിക്കും പോലെ വന്ന് പമ്മി ഇരിക്കുക. നമ്മൾ തമ്പേറ് കമ്പത്തിട്ട് തീ കത്തിക്കുക. എന്നിൽ ഇത് വല്ലതും കത്താനാണോ? ആര് കത്താനാ? അവസാനം പാഷയുടെ ഒരപ്പൂട്ടിന് വേദന. ഈ കമ്പത്തിട്ട് അടിച്ചടിച്ച് എങ്ങനെയാലും ഇത് ഗുണമാകട്ടെ എന്ന് ഓർത്താം. ഇപ്പൊ അങ്ങനായി ബോധിച്ച പോലെ നടക്കുകയാണ്. ഒന്നുകൂടെ വായിച്ച മോനെ 17:6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. പദം കേട്ടോ, ഓരോരുത്തൻ ബോധിച്ച പോലെ നടന്നു. എങ്ങനെ? ഒന്നുകൂടെ ഒരു വാക്യം വായിക്കണം. 21:25 വായിച്ച മോനെ. 21:25 പെട്ടെന്ന്. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ. നന്നായിട്ട് വായിക്കും. തെറ്റുന്നില്ലെങ്കിലും നന്നായിട്ട് ഞാൻ പ്രസംഗിക്കുന്ന വിഷയത്തോട് ചേർത്തൊന്ന് വായിക്കൊന്നു. അങ്ങനെ വായിച്ചതാ. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ. നന്നായിട്ട് വായിക്കും. 17:6 ആദ്യം വായിക്കേ. രാജാവില്ലായിരുന്നു. ഈ വിഷയങ്ങള് ഉദ്ദേശിച്ച് പറയുമ്പോൾ ഞാനതിനാ പറഞ്ഞ് ഉപദേശിമാരെ കൊണ്ട് വായിപ്പിക്കണം. അവർക്കാകുമ്പോൾ കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പാട്ട് പാടുന്നവരും കൂടെ അല്ലേ ഉള്ള എല്ലാം അവരെ ഏൽപ്പിച്ചേക്കുക. അവിടെ ഞാൻ അങ്ങോട്ട് വരാം, അല്ലാതെ നടക്കുകയല്ല. വായിക്കുമോനെ 17:6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. അപ്പൊ 17-ാം അധ്യായത്തിന്റെ 6-ൽ ബോധിച്ച പോലെ നടന്നു. ഇനി 21-25 വായിച്ച പോലെ. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. വ്യത്യാസം കണ്ടോ? 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ബോധിച്ച പോലെ നടന്നു. 21-ാമത്തെ വാക്യത്തിൽ പറയുക തനിക്ക് ബോധിച്ച പോലെ നടക്കുക. ഇതാ ഇപ്പോഴത്തെ രീതി. അയ്യോ, മിക്കടത്തും ഇതൊക്കെ തന്നെ. വല്ലതും പറയാൻ പറ്റുമോ?
സഭയ്ക്കകത്ത് ഉപദേശം പറയാൻ പറ്റുമോ? അല്ല, ഉപദേശം പറയുമ്പോൾ പറയുന്ന പുള്ളി ഉപദേശത്തെ നിൽക്കണ്ടേ? എമ്പറാൻ അല്പം കട്ടുപുജിച്ച അമ്പലവാസി മൊത്തം കക്കും. താളക്കാരൻ്റെ താളം പോയ മേളക്കാരൻ അവതാളത്തിൽ. 17-6 ബോധിച്ച പോലെ നടന്നു. 21 വന്നപ്പോ തനിക്ക് ബോധിച്ച പോലെ. ഇങ്ങനെ ബോധിച്ച പോലൊക്കെ നടന്ന് ഇവര് പറയാ ഞങ്ങൾക്കൊരു രാജാവിനെ തരാൻ. ഞങ്ങൾക്ക്, ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് വരിക, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. ഇവരങ്ങ് ശഠിക്കുക. അതിനാ പ്രമാണത്തിൽ ജീവിക്കുന്നില്ല. വായിച്ച മോനെ ശമൂവേലിന്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിന്റെ 4 മുതൽ പെട്ടെന്ന് വായിച്ചു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 8-ന്റെ 8 ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി. കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ച മോനെ. ശമൂവേൽ വൃദ്ധനായപ്പോൾ, ശമൂവേൽ പ്രായമായി വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേൽ ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യജാതന് യോവേലെന്നും രണ്ടാമത്തവൻ അഭിയാവെന്നും പേർ. പിന്നെ അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോകുന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ശമൂവേലിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആത്മീക ലോകത്തും ഇങ്ങനല്ലേ? അപ്പന്മാര് ദൈവത്തെ അറിയി ആരാധിക്കാൻ ചെയ്തു. പിള്ളേരിപ്പോ ആ വഴിയിൽ കൂടെ നടക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ശമൂവേലിന്റെ വഴിയിൽ കൂടി പിള്ളേര് നടക്കുന്നില്ലെന്നേ. ശമൂവേൽ എങ്ങനെയാ നടന്നത്? 4-ാം അധ്യായത്തിന്റെ 1 വായിച്ച മോനെ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 4-ന്റെ 1. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇങ്ങനെ ശമൂവേൽ വചനം പറഞ്ഞെന്ന്. പിള്ളേരിപ്പം വചനം ഒന്നും പറഞ്ഞു. പിള്ളേര് വാട്സപ്പിനകത്തും യൂട്യൂബിനകത്തും അതും ഇതും എല്ലാം പറഞ്ഞുകൊണ്ടാ പിള്ളേരിപ്പം നടക്കുന്ന. വചനമൊന്നും പിള്ളേർക്ക് താല്പര്യമില്ല. ശമൂവേൽ ദൈവത്തിന് യാഗം കഴിച്ചതാ. പിള്ളേർക്ക് ഇപ്പൊ ഇതിന് താല്പര്യമൊന്നുമില്ല. എല്ലാ ഭാഗത്തേക്കും ഞാൻ പോകുന്നില്ല, പോയാൽ പ്രശ്നമാണ്. അപ്പോൾ പിള്ളേര് ദൈവവഴി നടക്കുന്നില്ല. ഇനി 8-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിരുമോനെ. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു. പിള്ളേര് കൈക്കൂലിയൊക്കെ വാങ്ങുക. ആ പള്ളി വരുന്നവനോടല്ല കൈക്കൂലി വാങ്ങുക. സ്തോത്രം. പിന്നെ വായിരേ. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്ന് നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കാൻ രാജാവിനെ തരണമെന്ന് ശമൂവേലിന് വലിയ വസനമായി. അപ്പൊ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ എന്തിനാടാ ഭാരപ്പെടുന്നത്? അവര് നിന്നെയല്ല എന്നെ അവര് ത്യജിച്ചിരിക്കുന്നത്. ശമൂവേലിന് സങ്കടമായി. അവർ നിന്നെയല്ല എന്നെ. അതന്നെ, ഇവരുടെ രാജാവ് ദൈവമായിരുന്നു. ദൈവമായി ഇവരെ ഭരിക്കുന്നത്. ഇപ്പൊ അത് വേണ്ട. ദൈവം ഒന്നും ഇപ്പൊ ഭരിക്കണ്ടെന്ന്. നമുക്ക് MLA MP വേണമെന്നേ. എന്തിനാടാ നിനക്ക് MLA MP? നിന്നെ ഭരിക്കുന്നത് ദൈവമാണെന്ന്. വാക്യം തരാം. എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന ഉള്ള കാര്യമാണ്, ഉള്ളതാ. വായിച്ച ആവർത്തന പുസ്തകം 33-5 വായിരേ. അയക്കുമാനെ. ജനത്തിന്റെ തലവന്മാരും 33-1 ആദ്യം വായിച്ചേ. ദൈവപുരുഷനായ മോശെ തന്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹമാകുന്നു. അനുഗ്രഹം. എന്നിട്ട് അതിന്റെ 5-ാം വാക്യം വായിച്ചേ. ജനത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ ജനത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളും കൂടെ കൂടിയപ്പോൾ അവൻ യെശൂരൂന് രാജാവായിരുന്നു. ആര്? ദൈവം. വചനം അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് എന്താന്ന് പിടികിട്ടി. ആരാ യെശൂരൂൻ? വായിച്ച ആവർത്തനം 33-26. യെശൂരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനവൻ മഹിമയിൽ മേഘാരൂഢനായി വെളിപ്പെടും. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശ്വാസത ഭുജമുണ്ട്. ആരായ യെശൂരൂൻ? 44-1-2 വായിച്ച യെശയ്യാ പ്രവചനം. പെട്ടെന്ന് വായിച്ചോ. 44-1-2-3 വായിച്ചേ.
മൈക്ക് കൂടെ വായിക്ക. നിന്നെ ഉരുവാക്കിയവനും ഇസ്രായേലെ കേൾക്കാൻ, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബേ, എന്റെ ദാസനാകുന്ന യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ. അപ്പൊ യെശുരൂൻ ആരാ? ദാസൻ. ദാസൻ. യാക്കോബ് ഒന്നുകൂടെ വായിച്ചേ. എന്റെ ദാസനായ യാക്കോബേ, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ. ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ. മതി, യെശുരൂൻ ആരാ? യാക്കോബാ. അതാ ആവർത്തന പുസ്തകം 33:5 ഞാൻ യെശുരൂന് രാജാവായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇസ്രായേലിന് ഞാനാ രാജാവ്, ദൈവമാ രാജാവ്. പക്ഷേ ഓരോരുത്തരും ബോധിച്ച വഴി കൂടെ നടക്കാൻ തുടങ്ങി. ഇതിനകത്ത് കമ്മറ്റിക്കാരും ഗുണ്ടകളും തമ്മിത്തല്ലുകാരും പാരവെപ്പുകാരും കയറി, ടോർപ്പുടക്കാര് സ്ഥാനമാനക്കാര് കയറി പറയാ, ദൈവമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊരു രാജാവിനെത്താ. ഇന്ന് പാലമറ്റം കൺവെൻഷനിൽ വചനത്തിന്റെ വേറൊരു വശത്തൂടെ ഞാനങ്ങ് പോവുക. അല്ല, എന്നെ അങ്ങനെ നടത്തുക. ദൈവത്തിന് മഹത്വം. സന്തോഷമുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവം ഭരിക്കണ്ടെന്ന്, ഞങ്ങൾക്ക് ദൈവം വേണ്ടെന്ന്, ഞങ്ങൾക്കൊരു രാജാവിനെത്താ. ഇതെങ്കിൽ ശൗമേലിന് വസനമായി. അപ്പൊ ദൈവം പറഞ്ഞു, ശൗമേലിന് പറഞ്ഞു, നീ ഭാരപ്പെടുകയൊന്നും വേണ്ടടാ, യവനല്ല എന്നെ ഉപേക്ഷിച്ച്. പണ്ടൊരു അമേരിക്കയിലെങ്ങാണ്ട് നടന്നെന്നാ പറയുന്നത്, എവിടെയെങ്കിലും വായിക്കട്ടെ, ആശയം നല്ലതാ. ഒരു ആ പറവൊക്കെ പറയുന്നത് തെറ്റാ, പക്ഷേ മനസ്സിലാകാൻ അത് പറഞ്ഞേക്കോളൂ. ഒരു കറുത്ത വർഗ്ഗക്കാരൻ യാത്ര ചെയ്ത്, ദീർഘദൂരം യാത്ര ചെയ്തപ്പം ഞായറാഴ്ച നാളാണ്, പുള്ളിക്ക് ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ പുള്ളിയുടെ സഭയിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ പോകണം. അപ്പോൾ പുള്ളി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു ബോർഡ് കണ്ടു, ചർച്ച് ഓഫ് ഗോഡ്. എന്നാൽ അങ്ങോട്ട് കയറാം. പുള്ളി അങ്ങോട്ട് ചെന്ന് ഏറ്റവും പുറകിലിരുന്നപ്പോൾ അവിടെ എല്ലാം വെള്ളക്കാർ കൂടുന്ന സഭയാണ്. അപ്പോൾ അതിലെ ഒരാൾ വന്ന് പറഞ്ഞു, എന്നാ? അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ യാത്ര ചെയ്ത് വന്നതാണ്, ഞായറാഴ്ച മുടക്കാറില്ല, ഇന്ന് താമസിച്ചും പോയി, ഇനി എൻ്റെ സഭയിൽ ചെല്ലണേ ഞാൻ കൂടുന്നിടത്ത് ഒത്തിരി സമയമെടുക്കും. അപ്പം പുള്ളി പറഞ്ഞെന്നാ പറയുന്നത്, ഇത് വെള്ളക്കാരുടെ സഭയാണ്, ഇരിക്കണ്ട, ഇറങ്ങിപ്പോകാൻ. പുള്ളി അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന്. പുള്ളി പറഞ്ഞ് പുറകിലിരുന്നുള്ള ഇല്ല, അത് ഞങ്ങളുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ച ഒത്തിരി വിഷയങ്ങളുണ്ട്, എനിക്ക് നിങ്ങളെ ഇരുത്തണമെന്നുണ്ട്, പക്ഷെ അവരെന്നെ സമ്മതിക്കുക കൊണ്ട് പൊക്കൂ. ഇറക്കി വിട്ടു. കഥയാ, എന്നാലും കാര്യമുണ്ട്. പുള്ളി വളരെ ഭാരത്തോടെ, അയ്യോ ഒത്തില്ലല്ലോ എന്ന് ഓർത്ത്, എന്നാൽ ഇനി സമയം കളയണ്ട, ദൂരെ മാറി ഒരു മരത്തിൻ്റെ കീഴിൽ വന്ന് വളരെ മനോഭാരത്തോടെ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ വിളിക്കുക. ഒരു കഥയാ. അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് തോളെ തട്ടി നോക്കി, ഒരു നല്ല മനുഷ്യൻ, എന്നാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ എന്നതുപോലെ യാത്ര ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ ആ വഴിയിൽ ഒരു ഹോളുണ്ട്, അങ്ങോട്ട് ചെന്നതാണ്, അവരെന്നെ ഇറക്കി വിട്ടു. ഉണ്ട്. ഈ പുള്ളി ചോദിച്ചു, നിങ്ങൾ ആരാ? അപ്പോൾ പറഞ്ഞു, ഞാൻ യേശുവാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കരയണ്ട, അവന്മാരെന്നെ 30 കൊല്ലം മുമ്പ് ഇറക്കി വിട്ടതാണ്. അവിടെ ഓർഗനുണ്ട്, ഗിറ്റാറുണ്ട്, സൈഡ് ഡ്രമ്മുണ്ട്, ഡ്രമ്മുണ്ട്, ഹാർമോണിയമുണ്ട്, തബലയുണ്ട്, 2 സെറ്റ് തബലയുണ്ട്, എല്ലാം ഉണ്ട്. കൊയറുണ്ട്, വർഷിപ്പ് ലീഡറുണ്ട്. പക്ഷേ ഞാനവിടെ ഇല്ല 30 വർഷമായിട്ട്. അവിടെ കമ്മിറ്റിയുണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷററുണ്ട്, കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്, ആ സൈഡിൽ ഇരിക്കുന്നവരെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനില്ല. ഞാൻ 30 കൊല്ലം മുമ്പ് അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടതാ. നിന്നെ ഇപ്പോഴല്ലേ ഇറക്കി വിട്ടേ, നമുക്ക് 2 പേരും കൂടെ ഇരിക്കാം. കഥയാന്നതിലും കാര്യമാണ്, മനസ്സിലായി കാണും. ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, നിന്നെ അല്ല ഉപേക്ഷിച്ചത്, എന്നെയാണ്. അവർക്ക് നിന്നെ വേണ്ട, എന്നെ വേണ്ടവർക്ക് എന്നെ വേണ്ട, അവർക്ക് ഇത് മതി. അല്ല, അതുകൊണ്ടാണല്ലോ ഈ രാജാവിനെ അങ്ങോട്ട് കൊടുത്ത്. ഈ രാജാവിന് കൊടുത്തത് സന്തോഷത്തോടാണോ ജോയിക്കുട്ടി പാസ്റ്റേ കൊടുത്തത്? പുസ്തകത്തിൽ വാക്യമുണ്ട്, നല്ല മനസ്സോടെ കൊടുത്തത്, കോപത്തിലാ കൊടുത്തത്. നല്ല മനസ്സോടാണോ രാജാവിനെ കൊടുത്തത്? അല്ല. ഇവര് പറഞ്ഞു, ഞങ്ങൾ ഒരു രാജാവിനെ തരണം. പിടിച്ചോ. നല്ല മനസ്സോടല്ല ദൈവം കൊടുത്തത്. ആ വാക്യം വായിച്ചേ, ഹോശിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിച്ചേ മോനെ. ഹോശിയ 13-ന്റെ 10 മുതൽ വായിച്ചേണ്ട, വലതുവശത്ത്. നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്റെ രക്ഷിക്കാകുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ? നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ? അടുത്തത്, എനിക്കൊരു രാജാവിനെയും പ്രഭുക്കന്മാരെയും തരണമെന്ന് നീ അപേക്ഷിച്ചിരിക്കുന്ന എനിക്ക് ഒരു രാജാവിനെയും പ്രഭുക്കന്മാരെയും തരണമെന്ന് നീ അപേക്ഷിച്ചിരിക്കുന്ന
നിന്റെ ന്യായാധിപന്മാർ എവിടെ? അടുത്ത വാക്യം, എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. ദൈവം പറയുകയാ, നിങ്ങൾക്ക് രാജാവിനെ കിട്ടി, നിങ്ങൾ കിരീടമൊക്കെ അണിയിച്ച് രാജവസ്ത്രമൊക്കെ ധരിപ്പിച്ച് പെരുമ്പറ ഭയങ്കര സ്ഥാനാരോഹണം, ഭയങ്കര ആർഭാടമായിട്ട് നിങ്ങൾ സ്ഥാനാരോഹണമൊക്കെ ചെയ്തില്ലേ? ഒന്നും അറിയാൻ മേല ഇല്ലേ? വലിയ കേമപ്പെട്ട ഭയങ്കര ലൈവ് ഉണ്ടായിരുന്നല്ലോ ശൗലിന്റെ സ്ഥാനാരോഹണമേ. പക്ഷെ ദൈവം തമ്പുരാൻ പറയുകയാ, ഒന്നുകൂടെ വായിച്ചാ മോനെ 11, എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. നല്ല മനസ്സോടല്ല ദൈവം കൊടുത്തത്. എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. അടുത്തത്, എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. എന്റെ ക്രോധത്തിൽ അവനെ നീക്കുകയും ചെയ്തു. അപ്പൊ ദൈവം ഇത് നല്ല മനസ്സോടെ കൊടുത്തതല്ല. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം, യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും കിട്ടിയതെല്ലാം പുള്ളി സന്തോഷത്തോടെ തന്നതല്ല. നമ്മൾ പറഞ്ഞ എല്ലാം പുള്ളി തന്നു, ആയിക്കോട്ടെ, പുള്ളി തന്നതാ, പുള്ളി അറിയാതെ ഒന്നും നടക്കുമോ? പക്ഷെ കിട്ടിയതെല്ലാം പുള്ളി നല്ല മനസ്സോടെ. കോട്ടും സൂട്ടും ഒക്കെ കണ്ടാൽ ഓർക്കും ഇപ്പം ദൈവം തന്ന അത് ഇതിൻ്റെ പച്ചയേ ഉള്ളൂ, ഇതിൻ്റെ പച്ചയേ ഉള്ളൂ. പുള്ളി നല്ല മനസ്സോടൊന്നും, അയ്യോ ഞാൻ പുസ്തകത്തിലെ വാക്യമാണ് പറയുന്നത്, നല്ല മനസ്സോടല്ല. പലതും ദൈവം നല്ല മനസ്സോടെ തന്നതല്ല. ചെല്ലു പറഞ്ഞ് കിട്ടിയെന്നാ, കിട്ടും, അങ്ങനൊക്കെ തരും. തരികയല്ലേ? തരത്തില്ലേ? തരും. പിന്നെ പുള്ളി കൊടുക്കും, കൊടുത്തില്ലെങ്കിൽ എങ്ങാനും അത് പോയാ ചെല്ലി പറയത്തില്ല, ഞാനങ്ങ് ഇരുന്നമ്മാമേ 21 തന്നല്ലാതെ നിന്നെ. അപ്പൊ സ്വർഗത്തിൽ കൗൺസിൽ കുടിച്ച് ദൈവം ദൂതനോട് പറഞ്ഞ് പെട്ടെന്ന് പാലമറ്റത്തോട് മറിയ കഞ്ഞിയും വെള്ളവും കുടിക്കാതിരിക്കുക, അവള് വെള്ളവും കഞ്ഞിയും കുടിക്കാതെ അങ്ങനെ തൊലഞ്ഞു പോയാൽ എൻ്റെ നാമവും കൂടെ ദൂഷിക്കും. സൂച്ചൊണ്ണ ദൂതം വന്ന മറിയയുടെ കൈ കൊടുത്തോണ്ടെ ഗ്ലൂറി എന്നും പറഞ്ഞ് മറിയ ഇളകി. എൻ്റെ തള്ളേ, ഇത് പുള്ളി സന്തോഷത്തോടെ തന്നതൊന്നുമല്ല. നീയുമ്മ ഇവിടെ കിടന്ന് അലച്ചും കൂവിയും നിലവിളിച്ചും മൂങ്ങിയിരുന്നപ്പോൾ അങ്ങ് തന്നതാ, സന്തോഷത്തോടെ തന്നതാന്നോ? പലതും ദൈവം സന്തോഷത്തോടെ തന്നതല്ലെന്ന് പലർക്കും. ഇവിടെ കണ്ടോ, കോപത്തിലാ കൊടുത്തത്. അതുകൊണ്ട് കിട്ടിയതൊക്കെ ദൈവം സന്തോഷത്തോടെ തന്നതാണോ എന്ന് ചിന്തിക്കുന്ന നല്ലതാ. ലഭിച്ചതൊക്കെ ദൈവം നല്ല മനസ്സോടാണോ തന്നത് എന്ന് എല്ലാവരും, ഞാനും നിങ്ങളുമെല്ലാം ചിന്തിക്കുന്നത് നല്ലതാ. കോപത്തിൽ രാജാവിനെ അങ്ങോട്ട് കൊടുത്തു, ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇസ്രായേലിലെ പ്രഥമ രാജാവ് ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗൽ. ഓടിച്ചു മുമ്പോട്ട് പോകുക. ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ എല്ലാവരെക്കാളും തോൾപ്പൊക്കെ ഉള്ളവൻ, നല്ല ഫിഗറാ, കുടുംബം നല്ലതാ. ബെന്യാമീൻ ഗോത്രം മാത്രമാണോ? ഇഷ്ടം പോലെ കാശ്. കീശിന്റെ മകനാ, കാശ് കൊണ്ടായിരുന്നു. അങ്ങനെ എഴുതിയേക്കുന്ന കാശ് ധനികനായിരുന്നെന്നാ. അപ്പൊ കാശുണ്ട്, കീശുണ്ട്, എൻ്റെ ഭാഷ കീശയുണ്ട്, കാശുണ്ട്, കീശുണ്ട്, ധനികനാണ്, നല്ല കുടുംബം. ബെന്യാമീൻ ഗോത്രം, എല്ലാവരെക്കാളും തോൾപ്പൊക്കം, കോമളൻ. അങ്ങനല്ലേ മോനെ? വായിച്ച മോനെ? ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികനുണ്ടായിരുന്നു. ഇപ്പൊ കണ്ട കാശുള്ള ആളാ. നിങ്ങളോടത്ത് ഞാൻ ഒപ്പിച്ചതാന്നാന്നോ? ഇതെല്ലാം പുസ്തകത്തിലെ വാക്യമാണ്. ഞാൻ പിന്നെ അങ്ങ് സ്പീഡ് ഒന്നുകൂടെ വായിച്ച മോനെ, കേട്ടില്ല. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികനുണ്ടായിരുന്നു. ഒരു ധനികനുണ്ടായിരുന്നു. പിന്നെ അവൻ ബെന്യാമീനായ അഫീഹിന്റെ മകനായ ബെഖോറത്തിന്റെ മകനായ സെറോറിന്റെ മകനായ അബിയേലിന്റെ മകനായിരുന്നു. അവന് ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. പിന്നെ ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷനില്ലായിരുന്നു. പിന്നെ അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അത്രയ്ക്ക് ഫിഗറാ. അപ്പൊ തോൾപ്പൊക്കമുള്ളവൻ, കാശുള്ളവൻ, നല്ല കുടുംബത്തിൽപ്പെട്ടവൻ, നല്ല ഫിഗറ്, കോമളൻ, എന്തോ യോഗ്യതയാ. ആ ശൗലിനെ രാജാവാക്കി. നമ്മളാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പുള്ളിയുടെ ഡീറ്റെയിൽ എല്ലാം അങ്ങോട്ട് ഇട്ടു. ആ പുള്ളിയുടെ കുടുംബചരിത്രം എഴുതി, അതെഴുതി, അങ്ങനെ എഴുതി, ഇപ്പടി എഴുതി, അപ്പടി എഴുതി, കാശിൻ്റെ കാര്യം, പുള്ളിയുടെ കഴിവ്, കോമളൻ. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ദൈവം പറയാം, നല്ല മനസ്സോടൊന്നും കൊടുത്തതല്ല. നമ്മളിവിടെ കിടന്ന് ഭയങ്കര സ്ഥാനാരോഹണം, വാഴിക്കുന്നു, കിരീടം കൊണ്ട് വെക്കുന്നു, പൊൻചങ്കോല് കൊണ്ട് പിടിപ്പിക്കുന്നു, കോല് കൊടുക്കാനൊരുത്തൻ, വെക്കാനൊരുത്തൻ, പിന്നെ ഇതുകൊണ്ട് അണിയിക്കാൻ ഒരുത്തൻ, പിന്നെ കസേര ഒരുത്തൻ, ഇരുത്താൻ ഒരുത്തൻ, എഴുന്നേപ്പിക്കുക, എന്തെല്ലാം വിക്രിയകളായി ഇവിടെ നടക്കുന്നത്. അപ്പം ഹോശയായിൽ കൂടെ പറയാ, നല്ല മനസ്സോടെ കൊടുത്തതല്ല, കോപത്തിൽ കൊടുത്തതാ. ദൈവത്തിന് മഹത്വം, കോപത്തിലാ കൊടുത്തത്.
ഇനി മാത്രമാണോ അവനെ പെട്ടെന്ന് നീക്കി ശൗലിനെ. അതന്നെ ശൗലിനെ നീക്കാൻ കാര്യം. രാജധർമ്മം അനുസരിച്ചില്ല. ശൗല് മരിക്കാൻ കാരണം എന്നാ? പ്രധാന 3 കാര്യമാണ് മോനെ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13 വായിച്ച അതാന്ന് തോന്നുന്നു. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായി. അത് തന്നെ വായിച്ച ഒന്നുകൂടെ വായിച്ചു. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായി. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തോ അരുളപ്പാട് ചോദിച്ചതിനാൽ വെളിച്ചപ്പാടത്തിക്കാരുടെ അടുക്കൽ അരുളപ്പാടിന് പോകയാലും മരിക്കേണ്ടി വന്നു. 3 കാര്യം ഒന്നുകൂടെ വായിച്ചേ. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായി. യഹോവയോട് ചെയ്ത അതിക്രമം 1, യഹോവയുടെ വചനം വചനം പ്രമാണിച്ചില്ല. എല്ലാം പറയാൻ നേരമില്ല. അല്ല, ഒരു കാര്യം എടുക്കാം. വചനം പ്രമാണിച്ചില്ല. എന്നാ വചനം? ഇസ്രായേലിൽ ഒരുവൻ രാജാവായാൽ രാജാവ് ചെയ്യേണ്ട ധർമ്മമുണ്ട്. അതിന് രാജധർമ്മം എന്നാ പറയുന്നത്. എന്താ രാജധർമ്മം? മോനെ ഒരു വാക്യം വായിച്ചേ. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ചേ. അണ്ട കണ്ണിക തുടങ്ങുന്നിടത്ത് വായിച്ചേ. ആവർത്തനം 17-14 രാജധർമ്മം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്നതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെ എന്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയുമല്ലോ, ജാതികൾക്കുള്ളത് പോലെ. അങ്ങനെ പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേൽ ആക്കണം. അടുത്തത്, നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കി. സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് വേണം ഒരുത്തൻ രാജാവാകാൻ. പിന്നെ നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂടാ എന്ന് പറഞ്ഞ മാനസാന്തരപ്പെടാത്തവനെ ആക്കരുതെന്ന്. സെക്രട്ടറി ആകുന്നെങ്കിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവൻ വേണം. അഭിഷേകം മാത്രം പോരാ, തിരുമേശി എടുക്കുന്നവരായിരിക്കണം സെക്രട്ടറി. അല്ല, തിരുമേശി ആയിട്ട് വരുമ്പോ ട്രാഫിക് പോലീസ് ഞാനായി നിൽക്കുമ്പോൾ നിൽക്കുക. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് വേണമെന്ന്. അന്യജാതിക്കാരൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാത്തവൻ രക്ഷിക്കപ്പെടാത്തവൻ പാടില്ല. സെക്രട്ടറി ആണെന്നാലും കൊള്ളാം, ട്രഷറർ ആണെന്നാലും കൊള്ളാം, കൗൺസിൽ ആണെന്നാലും കൊള്ളാം, കമ്മിറ്റി ആണെന്നാലും കൊള്ളാം, പ്രസിഡന്റ് ആണെന്നാലും കൊള്ളാം, ഏത് കൊമ്പനാന്നേലും. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? എപ്പോഴാ നിർത്തണ്ടേ? ഇങ്ങനെയാണ് ഇപ്പം അങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലതെന്നായിരിക്കും. ഈ വണ്ടി അധികം ഓടുകയല്ലെന്നായിരിക്കും. ഇപ്പൊ ചെഞ്ചോണ്ട് മാറി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. പെട്ടെന്ന് നിർത്താം. ഇതിപ്പോ രാജധർമ്മമാ, അന്യജാതിക്കാരും പാടില്ല. അടുത്തത്, അവന് കുതിര അനവധി ഉണ്ടാകരുത്. എന്നാലും ഒരുത്തം മിസ്രൈമിൽ നിന്ന് തന്നെ കുതിരയെ കൊണ്ടുവന്ന് ചലോ മോൻ. അവന്റെ കുതിരയാന്ന് മുഴുവൻ മിസ്രൈമിലെ പെൺകുതിരയാ. അതിനാ മൂച്ച് കൂടുതൽ. പറവോന്റെ രഥത്തിന് കിട്ടുന്ന അതിനാ. അല്ലേ, ചില വീട്ടിൽ മോളി അങ്ങനെ മിണ്ടാതിരിക്കുക. പുള്ളി അച്ഛാ എങ്ങനെ അവളോട് ചോദിക്കാൻ അതിനാ എങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല ഇപ്പൊ എന്നാ പറയാൻ, ദൈവം ദീർഘായുസ്സം തരട്ടെ. അപ്പോൾ അവന് കുതിര അധികം ഉണ്ടാകരുത്. പിന്നെ അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രയീമിലേക്ക് മടങ്ങി പോകുവാൻ. കുതിരയെ സമ്പാദിക്കരുതെന്ന് പറയാൻ കാര്യം, നല്ല കുതിരയെല്ലാം കിടക്കുന്ന മിസ്രയീമിലാ. അത് പറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിര. അത് അമിക്കുറ്റിക്കിട്ട് അമിക്കയറിട്ട് കുതിര അങ്ങോട്ട് കെട്ടിക്കടിയുമ്പോൾ അത് നല്ല ചില്ലിയില്ലെന്ന് ഹാഹാന്നത് ചെനയ്ക്കും പടയും പടനായകനും. അതിന് അങ്ങനല്ലയോ മോനെ വാക്യം? കുതിരയ്ക്ക് നീയോ കുഞ്ചിരോമം അണിയിച്ചത്. വാക്യം അറിയാമോ? അത്ര തന്നെ അറിയാമോ? ഇയ്യോബ് 39 എടുത്തേ. രാത്രി പെട്ടെന്നെടുക്ക. കുതിരയ്ക്ക് നീയോ കുഞ്ചിരോമം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കുതിരയ്ക്ക് നീയോ കുഞ്ചിരോമം അണിയിച്ചത്. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്. പിന്നെ അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത്. കഴുത്തിന് നീയാണോ കുഞ്ചിരോമം
അണയിച്ചത്. പിന്നെ നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? പിന്നെ അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. ഹുങ്കാര പ്രതാപം ഭയങ്കരം. പിന്നെ അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഇങ്ങനെ മാന്തി ഇങ്ങനെ നിൽക്കും. താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. പിന്നെ അത് ആയുധപാണികളെ എതിർത്തു ചെല്ലുന്നു. അത് ആയുധപാണിയ വില്ലും പരിചയം ഒന്നും അതിന് വിഷയമല്ല. ആയുധപാണികളെ അത് എതിർത്തു ചെല്ലുന്നു. പിന്നെ അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. പറയാ ഇവിടെങ്ങും പരസ്യോഗം നടത്തത്. ഭയത്തെ പുച്ഛിക്കുന്നു. പിന്നെ വാളിനോട് പിൻവാങ്ങി വാള് കണ്ട് പിൻവാങ്ങി മണ്ടുന്നില്ല. പിന്നെ അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു. അതിലൊക്കെ കിലുകിലുക്കും. പിന്നെ അത് ഉഗ്രതയും കോപവും കൊണ്ട് നിലം വിഴുങ്ങുന്നു. പിന്നെ കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കുകയില്ല. കാഹളനാദം കേട്ട തമ്പേറിന്റെ അടിയൊക്കെ കേട്ടാൽ അടങ്ങി നിൽക്കുകയല്ല. അതാ നല്ല കുതിര. ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അടങ്ങി നിൽക്കുകയല്ല. പിന്നെ കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാന്ന് ചിനയ്ക്കുന്നു. പിന്നെ പടയും പടനായകന്മാരുടെ മുഴക്കവും ആർത്തും ദൂരത്തുനിന്ന് മണക്കുന്നു. മതി, മണത്തതൊക്കെ മതി. അപ്പൊ ശ്രദ്ധിച്ചേ, മൈക്ക് ശരിയാ. മൈക്കിന്റെ കുഴപ്പമാണോ ചെറുക്കൻ്റെ കുഴപ്പമാണോ? ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അധികം കുതിരയെ സമ്പാദിക്കാൻ നീ മിസ്രൈമിലോട്ട് ഇറങ്ങരുത്. ഇതൊക്കെയാ രാജധർമ്മം. പിന്നെ അടുത്ത വാക്യം ആവർത്തനത്തിലെ മറ്റേത് ഇനി പറഞ്ഞാൽ നേരം പോകുന്നു. അനവധി ഉണ്ടാകരുത്. അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവാൻ അവൻ ഇടവരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയെഴുതെന്ന് തിരിയെഴുതെന്ന് അതാ പ്രമാണം. നിന്റെ പിതാക്കന്മാര് നീയും വിട്ടുപോകുന്ന മിസ്രൈം ഉണ്ടല്ലോ, ആ വഴിക്ക് നീ പോകരുതെന്ന്. അതാ പ്രമാണം. അതാ വിട്ടുപോകുന്നതിനെ ഓർത്തുമെങ്കിൽ മടങ്ങിപ്പോകാൻ സാധ്യത വരും. കേട്ടോ, വിട്ടതിന് വിട്ടു. പിതാക്കന്മാരും മാതാപിതാക്കളും കാണിച്ച നല്ല മാതൃക ഏതാ? പാരമ്പര്യങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, മാമൂലുകളെ വിട്ടു വിടാൻ കാര്യമെന്ന് യേശു ഉള്ളത്തിൽ വന്നു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഈ കൃപയിൽ വന്നു. വേർപെട്ട ദൈവമക്കൾ ഇനി ആ വഴിക്ക് പോകരുതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ പിന്നെ 3-4 തലമുറയാകുമ്പം പിതാക്കന്മാർ വിട്ടതെല്ലാം പ്രാർത്ഥിച്ചപ്പോ എടുക്കുക. എന്തൊക്കെയാ അവര് വിട്ടത്? സൈമൺ സാർ ഒരു പാട്ട് പാടി, വാമേലെ ബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. ഇതെല്ലാം വിട്ടേച്ച് വരാനാ. എന്തൊക്കെയാ വിട്ടത്? ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കളി ഷോട്ടതികൾ. തീങ്ക് ചെയ്യുക, നശിപ്പിക്കുക. ഷോട്ടതി ലോട്ടറി. ഷോടതി കോടതി അല്ല, ഷോടതി. തീങ്ക് ചെയ്യും ഷോടതി. തീങ്ക് ചെയ്യുക, നശിപ്പിക്കുക. ഷോടതി ലോട്ടറി എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള ദൈവമക്കളൊന്നും ലോട്ടറി എടുക്കുകയല്ലെന്നായി പറഞ്ഞത്. ഇത് പണിക്ക് പോയിച്ച് ലോട്ടറി എല്ലാം മേടിച്ച് മാപ്പിളയും മെമ്പളയും ബൈബിളിൽ അടി വെച്ച് അടിക്കണേ എന്ന് പറഞ്ഞിരിക്കുക. അടിക്കും മിക്കവാറും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അടി 50 രൂപ. ഉടനെ നാളെ പറ, ഒരു നമ്പരിനാ നിങ്ങൾ എന്നെ ഓർത്തോണ്ടാണ് ഇതെടുത്തത്. അതുകൂടെ എടുക്കാൻ മേലായിരുന്നു. ഈ പൊട്ടക്കണാപ്പം പിന്നെയും പോയി എടുത്തോണ്ട് വരിക. അടിക്കണമേ. നിനക്കെല്ലാം മട്ട. ആ ബൈബിളിനകത്ത് വല്ല ഇരിപ്പണ്ട് ഇന്ന് രാത്രി കീർക്കളഞ്ഞാക്കണേ. നിന്നെ നശിപ്പിക്കും ഇത്. യഹോവ നിന്നെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കുമെന്നാ, അല്ലാതെ ഭൂട്ടാൻ രാജ അനുഗ്രഹിക്കുമെന്നല്ല, കേരള ലോട്ടറി അനുഗ്രഹിക്കുമെന്നല്ല. യഹോവ നിന്നെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. ഇതൊക്കെ വിടണം. ഇതൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. തീങ്ക് ചെയ്യും കളി ഷോടതി. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കളി ഷോടതികൾ, ജിംനേഷ്യമോടാത്ത നാടകശാലകൾ എന്നിവയോർത്തു നീ താമസിച്ചിടല്ലേ. ഇതെല്ലാം വിടണം. എല്ലാം വിടണം. ഞാൻ നിർത്തുക. അപ്പൊ ഇവര് കോപത്തിൽ രാജാവിനെ കൊടുത്തു. ദൈവം ഇത് അംഗീകരിച്ചില്ല.
എന്നാൽ ഒരു കാര്യം പറയാ, ദൈവം ഒരു രാജാവിനെ ആക്കുമ്പോൾ രാജധർമ്മം അനുസരിക്കണം. എന്താ രാജധർമ്മം? 3 കാര്യം പ്രധാനമാണ്. 1, നിന്റെ ഹൃദയം അഹങ്കരിച്ച് പോങ്ങരുത്. 2, നീ വചനത്തെ അനുസരിക്കണം. 3, സഹോദരന്മാർക്ക് വിരോധമായിട്ട് നീ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ നിന്റെ രാജ്യത്ത് നിലനിൽക്കും. ശൗല് വചനമൊന്നും അനുസരിച്ചില്ല. വചനം അനുസരിച്ചില്ലെന്ന ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10:13 കണ്ടത് വചനത്തെ തിരസ്കരിച്ചു. എന്താ ദൈവവചനം പറയുന്നത്? നീ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രം രക്ഷകൻ. എന്താ വചനം പറയുന്നത്? നീ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഇതാ ദൈവത്തിന്റെ വചനം. 3, നീ അഭിഷേകം പ്രാപിക്കണം. ആ പദമൊക്കെ എടുത്ത് ചിലപ്പോൾ ഉടക്കാൻ വരും. ഞാൻ ഉടക്കാനില്ല. നീ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. ഇതാരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രിയും ദൈവം തൃപ്തിപ്പെടുത്തും. ഇത് ദൈവത്തിന്റെ ദാനമാ. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി കൊണ്ടതിന്റെ തോണികൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യം കൊണ്ട് അത് കുലുങ്ങി പോകത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കൾ അഭിഷേകം പ്രാപിച്ചു വേണം ദൈവത്തെ ആരാധിക്കാൻ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. തീർന്നില്ല, അഭിഷേകം പ്രാപിക്കണം. മാത്രമല്ല, കർക്കശമായ വേർപാട് പാലിക്കണം. തിരുമേശ കിടക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണം. ഇതാ ദൈവത്തിന്റെ വചനം. അവരെ ചേർക്കാനാ യേശു വീണ്ടും വരുന്നത്. ഞാൻ എടുത്ത ഭാഗത്തോട്ട് വരുന്നില്ല. സമയം എന്തുവായോ? 9 ആണോ 9:30 ആയോ? എത്രയായി? 9:50 മതി. ഗുണമാകാനാന്ന ഇത് മതി. പോരായോ ചോദിച്ചാ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചൂണ്ടാതെ എന്നോട് പറ. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാ കൃത്യം 10 നിർത്താം. അല്ലാതെ ഇപ്പം എന്നാ ചെയ്യുന്നു? നിർത്തുക. ദൈവം ഒരു രാജാവിനെ കൊടുത്തു, പക്ഷെ കോപത്തിൽ കൊടുത്തതാ. ഈ രാജാവ് രാജധർമ്മം അനുസരിച്ചില്ല. ദൈവം അവനെ നീക്കി. ഇടയ്ക്കത്തെ എല്ലാം വിടുക. അടുത്തത് ദാവീദിനെ തെരഞ്ഞെടുത്തു. ബോധിച്ച പുരുഷൻ. ദാവീദ് രാജാവായി. ദാവീദിന്റെ കാലത്തായി എല്ലാം ഓർഡറായത്. എല്ലാം വിവരിക്കുന്നില്ല. മില്ലോ പണിതു, കോട്ട പണിതു, സംഭാരനഗരം പണിതു, ആഭ്യന്തരത്തെ സുസജ്ജമാക്കി, ആരാധന ഓർഡറിൽ കൊണ്ടുവന്നു. ആരാ? ദാവീദ് ആരാധന ഓർഡറിൽ കൊണ്ടുവന്നത്. പാട്ടുകാരെ നിയമിച്ചു. യദുത്തൂൻ, ഹേമാൻ, ആസാഫ് തലവനെന്ന അമ്മോനെ വായിച്ച് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 4 വായിരേ. അവൻ യഹോവയുടെ പട്ടണത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവിയിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. അപ്പൊ പാട്ടുകാര് കീർത്തനം ഉണ്ടായിരിക്കണം, സ്തോത്രം ഉണ്ടായിരിക്കണം, വന്ദനം. ഇതൊക്കെ ആ പാട്ടിനകത്ത് ഇതൊക്കെ വേണം. വചനമായിരിക്കണം. ആ ഭാഗത്തേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ആസാഫ്, അടുത്ത വാക്യം. 2-ാമൻ സെഖര്യാവ്. അല്ലെന്ന് ആസാഫ് തലവൻ. അങ്ങനെ വായിരേ. ആസാഫ് തലവൻ പാട്ടുകാരെ നിയമിച്ചു. കൂറിന്റെ ക്രമത്തിൽ പുരോഹിതന്മാർ. അബിയാക്കൂർ മുതൽ സെക്കറിയാക്കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ പുരോഹിതന്മാർ. പാട്ടുകാര്, മില്ലോ, സംഭാരനഗരം എല്ലാം ക്രമപ്പെടുത്തി. എല്ലാം ക്രമപ്പെടുത്തിയിട്ട് ദാവീദ് ഒരു ചോദ്യം ചോദിക്കുക. അതാണ് 9-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. ആ 9:1 പെട്ടെന്ന്. യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ദയ കാണിക്കണം. ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിച്ചു. ഒരു ചോദ്യം ഓടിച്ചിനി പറയാ. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല, സമയം പോകുന്നത് കൊണ്ടാ. ദാവീദ് ചോദിക്കുക, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ ചെയ്യാൻ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? കാരണം നാട്ടിൽ കേട്ടിരിക്കുന്ന വർത്തമാനം ശൗലും അവന്റെ കുടുംബമെല്ലാം തകർന്നു പോയെന്ന. എല്ലാവരും നശിച്ചു, ആരുമില്ല. അതിന്റെ വെളിച്ചത്തിൽ ചോദിക്കുക, ആരേലും ഉണ്ടോ? അപ്പോൾ സീബ എന്ന പേരുള്ള ഒരുത്തൻ വന്ന് പറഞ്ഞു, അച്ഛാ ഒരുത്തനുണ്ട്. ആരാ? മെഫീബോശത്ത്. ഏതാ? ശൗലിന്റെ കൊച്ചുമകൻ, യോനാഥാന്റെ മകൻ, അച്ഛാന്റെ സ്നേഹിതന്റെ മകൻ. എന്ത് ചെയ്യടാ അവൻ? അവന് വിടങ്ങില്ല. അവൻ ലോദേബാരിലെ അമ്മിയേലിന്റെ മകനാകുന്ന മാഖീരിന്റെ വീട്ടിലുണ്ട്. കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ലോദേബാര് വരണ്ട സ്ഥലമാണ് എന്ന് പറഞ്ഞ മേച്ചലില്ലാത്ത സ്ഥലം. ലോദേബാര് കിടന്ന ആ മെഫീബോശത്തിനെ പൊക്കിയെടുത്ത് ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി കാണത്തില്ല, കാരണം ഇരുത്തി. കാരണം 2 കാലം മുടന്ത മെഫീബോശത്ത്. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല.
രണ്ടു കാലം മുടന്നുള്ള മെഫീബോശത്തിനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ ഇരുത്തി. ദാവീദ് രാജാവ് ഇരിക്കുന്നു, മന്ത്രി പുങ്കവന്മാരിയ്ക്കുന്നു, ഭരണകർത്താക്കൾ ഇരിക്കുന്നു. വലിയ കൊട്ടാരമല്ല, ഇവന്റെ അകവാള് വെട്ടിപ്പോയി. ഇവൻ അകവാള് വെട്ടാൻ കാരണം അപ്പനെ കൊന്ന്, വല്യപ്പനെ കൊന്ന്, കുടുംബം മുഴുവൻ കുളം തോണ്ടി. യോനാദാൻ, അബീനാദാബ്, മൽക്കീശുവ, അപ്പന്റെ സഹോദരങ്ങളാ, അപ്പനും സഹോദരന്മാരുമാ യോനാദാൻ, അബീനാദാബ്, മൽക്കീശുവ, മൂന്നെണ്ണത്തിനെ തട്ടി. വല്യപ്പച്ചൻ ശൗല് തോൾപ്പക്കമുള്ളവന്, ആള് തീർന്നതൊക്കെ വേറെ വിചിത്രമാ. കുടുംബം മുഴുവൻ കുളം തോണ്ടി. എൻ്റെ ദൈവമേ, രണ്ടു കാലം മുടന്തി വരണ്ട സ്ഥലമാകുന്ന ഞാന് ആ ലോദേവാരി കിടന്നിട്ടും അവിടെയും കിടത്തത്തില്ല. അയ്യോ, പൊക്കിയെടുത്ത് കൊണ്ടുവന്നിരുത്തിരി കൊല്ലാനാന്നോ, അറക്കാനാന്നോ, തിന്നാനാന്നോ, ഖണ്ഡിക്കാനാന്നോ, എൻ്റെ ദൈവമേ, ഓടാനും ഒക്കത്തില്ല. ഇവന്റെ അകവാള് വെട്ടി ഭയപ്പെട്ടിരിക്കുമ്പോൾ ബുദ്ധിയുള്ള ദാവീദിന് മനസ്സിലായി. ഇവന്റെ മുഖം കണ്ടപ്പോൾ ഇവൻ പേടിച്ചരണ്ടിരിക്കുക. ദാവീദ് ബുദ്ധി കൂർമ്മയുള്ളവനാ. ഇവന്റെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ അകവാള് വെട്ടി പേടിച്ചിരിക്കുക. അതുകൊണ്ടാ 9:7 എന്നാ പറഞ്ഞത്? 9:7 ദാവീദ് അവനോട്, എന്റെ പൊന്നുമോനെ മെഫീബോശത്തെ, നീ പേടിക്കണ്ട, ഭയപ്പെടേണ്ട. നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, അറക്കാൻ കൊണ്ടുവന്നതല്ല, കണ്ടിക്കാൻ കൊണ്ടുവന്നതല്ല. പിന്നെയോ നിന്റെ അപ്പനാകുന്ന യോനാദാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് എന്ന് പറഞ്ഞാൽ നിന്റെ വല്യപ്പനാകുന്ന ശൗലിന്റെ നിലവെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. എന്താ ഇതിന്റെ ആത്മീയ അർത്ഥം? എല്ലാം വിവരിക്കാൻ നേരമില്ല. ആത്മീയ അർത്ഥം ഞാൻ പറയാം. ആമേൻ, സ്തോത്രം. നിന്റെ വല്യപ്പന് നഷ്ടപ്പെട്ടതല്ല ഇന്ന് രാത്രി നിനക്ക് തിരിച്ചു തരാൻ പോവാ. ആരായി മെഫീബോശത്ത്? ആത്മീക വ്യാഖ്യാനം നടത്തുമ്പോൾ ഈ മെഫീബോശത്ത് ഞാനും നിങ്ങളുമാ. എങ്ങനെ? 1, മുടന്ത, പാപത്തിന്റെ മുടന്ത്. 2, വരണ്ട സ്ഥലത്ത് കിടക്കുക, അതിന് ഒരു ഗതിയും ഗത്യന്തരോ ഇല്ല. 3, ഒരു കുഞ്ഞുങ്ങൾ പോലും നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. കുടിച്ച് ഓടെ കിടക്കുക. ഒരു കുഞ്ഞുങ്ങൾ പോലും വരുന്നവരെല്ലാം ഇങ്ങനെ നോക്കി വെച്ച് പോവുക. അയ്യോ, ഇത് കറിയാച്ചനാന്നല്ലോ. ഉടനെ നമ്മളൊരാൾ സുവിശേഷം പറയാൻ ചെല്ലുക, കറിയാച്ചനെ രക്ഷിക്കാൻ ലഘുലേഖം കൊടുത്തു. ഉടനെ അവിടെ നിന്ന് ഓർഡർ, ഒക്കെ അവിടെ കിടന്നോട്ടെ, ഞങ്ങളുടെ ഇടവകയാ, അവരുടെ ഇടവകയാ. കാരണം കയ്യാലയുടെ ഓടയുടെ ഇടയിൽ കിടക്കുക, ഇടവകയാ, ഞങ്ങളുടെ ഇടവകയാന്ന്. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും നിന്നോട് ദയയില്ല. വരണ്ട സ്ഥലത്ത് ഇവൻ 2 കാലും മുടന്തി ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും കരുണ തോന്നാതെ കിടക്കുക. ആരുമില്ല. നമ്മൾ പാടുകല്ലേ, ആരുമില്ല നീയൊഴികെ. ആടമ്മേ വാ തുറന്ന് ഈ ലോകമേതും അനുകൂല അല്ലല്ലോ. എളിയവർ തന്മകൾ പാതുറന്ന് തള്ളിപ്പാട് പാട. വലിയവനാന്നി അനുകൂല ആനൻ ബലവും മഹിമയും നീതാ. ഒന്ന്, പാപത്തിന്റെ മുടന്ത് പേറി കിടന്നു. 2, വരണ്ട സ്ഥലത്ത് ഗതിയും ഗത്യന്തരമില്ലാതെ കിടക്കുന്നു. 3, ഒരു കുഞ്ഞുങ്ങൾ പോലും കരുണയോടെ നിന്നോട് ഇടപെടുന്നില്ല. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. 4, കുടുംബം മുഴുവൻ നശിച്ചു. അപ്പനെയും വല്യപ്പനെല്ലാം ചത്തുപോയി. ആരുമില്ല. എല്ലാവരാലും വെറുക്കപ്പെട്ട് കിടക്കുന്ന യവനെ ആ മുടന്ത് പിടിച്ച ആളാ ഞാനും നിങ്ങളും. ആ മുടന്ത് പിടിച്ച നിന്നെയും കൊണ്ടുവന്നത് എവിടാന്നറിയാമോ? മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ. അയ്യോ, കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. എഫേസ്യ ലേഖനം 2 പറയുക, സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയെന്ന്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ, അല്ല ശരിയാ, ഈ മെഫീബോശത്ത് പറഞ്ഞല്ലോ ദാവീദിനോട്, ചത്ത നായേ പോലിരിക്കുന്ന. അപ്പം മരിച്ചതാ.
അങ്ങനെ ആ പുസ്തകത്തിൽ ചത്ത നായ. അപ്പം പുള്ളി ചത്ത നായ. എഫേസ്യർ 2 അതിക്രമങ്ങളാലും മരിച്ചതാ. ആ എന്നെയും നിന്നെയും പൊക്കിയെടുത്ത് മഹാരാജാവകുന്ന ദാവീദിന്റെ കൊട്ടാരം. ഈ കൊട്ടാരം ഏതാണെന്നറിയാമോ? ദൈവസഭയാകുന്ന കൊട്ടാരം. ദൈവസഭയാകുന്ന കൊട്ടാരത്തിൽ നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തി വെച്ച് നമ്മുടെ മുഖത്തോട്ട് നോക്കി പറയുക, പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. അതിനാ വരണ്ടടുത്താണ് നീ വരണ്ട സ്ഥലത്താണ് നീ വന്നത്, വരേണ്ട സ്ഥലത്താണ് നീ വരണ്ട സ്ഥലത്ത് ഇരുന്നതാ. പക്ഷെ ഇപ്പം വരണ്ട സ്ഥലമല്ല, വരേണ്ട സ്ഥലത്ത് നീ വന്നു. നീ പേടിക്കണ്ട, നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല. നീ മുടിഞ്ഞു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. പിന്നെ എന്തുവാ? നിന്റെ പിതാവിന് നഷ്ടപ്പെട്ടതല്ല ഇന്ന് രാത്രി തിരിച്ചു വരിക. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, ഒന്നാമത്തെ പിതാവ് ആദാം. പിന്നൊരു പ്രമാണമുണ്ട്, ഒടുക്കത്തെ ആദാം. ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ച്, ഒന്നാമത്തെ ആദാം മുഖാന്തരം നഷ്ടപ്പെട്ടതെല്ലാം ഒടുക്കത്തെ ആദാം മുഖാന്തരം നമുക്ക് തിരികെ തരിക. ഇത് നിന്ന് പ്രസംഗിക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. 2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 2 കാര്യം പറയാം. ഞാനൊരു 10-15 കാര്യം ക്രമീകരിച്ചാ വന്നത്. ഇന്ന് 2 മതി. ഇനിയും കർത്താവ് വരാൻ താമസിച്ച് അടുത്ത കൊല്ലം വല്ലതും വിളിക്കുകയാണെങ്കിൽ അന്നേരം നടത്തിപ്പോണ്ട ഇതിന്റെ ബാക്കി പറയാം. വിളിക്കുകയാന്നേ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ ആദാം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയത് ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തരിക. ആ തിരികെ തന്നെ നമ്മൾ പറയാ, പേടിക്കണ്ട. എന്തുവാ നമുക്ക് തിരികെ കിട്ടിയത്? അയ്യോ, തിരികെ കിട്ടിയത് ഒത്തിരി ഉണ്ട്, എല്ലാം പറയാൻ നേരമില്ല. 2 കാര്യം പറഞ്ഞ് ഇന്നങ്ങ് നിർത്താം. ഒന്നാമത്തെ ആദാം മുഖാന്തരം നഷ്ടപ്പെട്ടത് എന്താന്ന് ചോദിച്ചാ, സ്തോത്രം, പറുദീസ നഷ്ടപ്പെട്ടു. പറുദീസ. അങ്ങനെ ആ 3-ാം അധ്യായത്തിന്റെ 24 2 കൂടെ ഇറക്കി വിട്ടെന്നാ. ഒന്ന് വായിച്ചേര് മോനെ. 3:24 പെട്ടെന്ന് വായിച്ചേ മോനെ. വായിക്കും മോനെ. നീ പുസ്തകമെല്ലാം മടക്കി വെച്ചു. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. എവിടെ നിന്ന് ഇറക്കി കളഞ്ഞു? അവനെ എവിടെ നിന്ന് ഇറക്കിയെന്ന്? തോട്ടത്തിൽ. ഇങ്ങനെ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. തോട്ടത്തിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു. കാര്യകാരണ സഹിതം പറയേണ്ടതാ. ഇറക്കാൻ കാര്യം എന്നാ, ഇറങ്ങിപ്പോയത് എങ്ങോട്ടാ, അതൊക്കെ അടുക്കടുക്കായിട്ട് പറയണം, വിവരിക്കുന്നില്ല. ഒറ്റ വാക്ക് പറയാം, ഏദനിൽ നിന്ന് ഇറക്കി. ഒന്നാമത്തെ ആദാം ഏദന് പുറത്തു പോയപ്പോൾ ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു മരണസമയത്ത് കൂടെ കിടന്നൊരുത്തനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലുണ്ട്. ദൈവത്തിന് മഹത്വം. ഒന്നാമത്തെ ആദമിന് പറുദീസ നഷ്ടപ്പെട്ട് തള്ളയുടെ കൈക്കും പിടിച്ചത്. അപ്പൊ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞു കാണാൻ, നീ ആ കാതെന്ന് താടി എന്നെ അവർ തള്ള പറയാം, അച്ഛനും തിന്നില്ലയോ? തിന്ന്, അതുകൊണ്ടായിപ്പോ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് കാണുമായിരിക്കില്ലേ അമ്മേ? ഉള്ള അമ്മ അതിനപ്പുറത്തെ പറഞ്ഞാ തള്ള നടക്കുന്നു. ദൈവത്തിന് മഹത്വം. 2 പേരും ഇതെല്ലാം പറഞ്ഞു പോവുക. ദൈവത്തിന് മഹത്വം. നിരാശപ്പെടരുത് കേട്ടോ. ഒന്നാമത്തെ ആദാം മുഖാന്തരം പറുദീസ നഷ്ടപ്പെട്ടു. ഒടുക്കത്തെ ആദാം കാൽവറിയിൽ മരിച്ചതുകൊണ്ട് 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാലുകളാൽ തറക്കപ്പെട്ട് മുതുക് ഉടവജാല് പോലെ നീളത്തെ കീറപ്പെട്ട് മുഖത്തെ രോമമല്ല പിടിതെടുക്കപ്പെട്ട് മുഷ്ടി ചുരുട്ടി ആക്ഷേപവും ഇടിയും ഉപദ്രവം സഹിച്ച് ആമ മിലാപ്പുറത്ത് കുത്തി വെള്ളവും രക്തവും ചാടിപ്പുറപ്പെട്ടു. അങ്ങനെ മരിച്ച യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം നിമിത്തം നഷ്ടപ്പെട്ടു പോയ പറുദീസ നമുക്ക് തിരികെ തരിക. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ. അപ്പൊ ചിലർക്ക് വിശ്വാസമില്ല, പിന്നെ പറുദീസയിൽ അങ്ങനെ ഉണ്ടോ പറുദീസ? അന്നേരം പൗലോസ് പറയാ, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു, 14 കൊല്ലം മുമ്പ് ആ മനുഷ്യൻ എടുക്കപ്പെട്ടു പറുദീസയോളം. പുള്ളി അവർ ചെന്നിട്ട് കണ്ടു, പറുദീസയോളം എടുക്കപ്പെട്ടു. ദൂതന്മാരുടെ ഭാഷയൊക്കെ കണ്ടും കേട്ടും എല്ലാം കഴിഞ്ഞേച്ച് പുള്ളി ഇങ്ങോട്ട് വന്നിച്ച് പറയാ, ജോർജ് കുട്ടി, നിങ്ങളും അത് തന്നെ ചിന്തിച്ചോളാൻ. ഉയരത്തിലുള്ളതേ. സ്തോത്രം. പിന്നെയും ക്ഷീണം വന്ന വിശ്വാസികളോട് പറയാ, പരാജയപ്പെടരുത്, ജയജീവിതം നയിച്ചോണം കേട്ടോ. ജയജീവിതം നയിക്കണമെന്ന്, ജയിക്കണം.
പാപത്തെയും ലോകത്തെയും ജഡത്തെയും ഒക്കെ ജയിച്ചാൽ, വെളിപ്പാട് പുസ്തകം 2:7 3:7 ഒക്കെ പഠിക്കുമ്പോൾ പറയാ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ഉടക വായിക്കും. മോനെ, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ. കണ്ടോ, ഇത് കിട്ടാതല്ലയോ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടത്. അപ്പൊ ഒടുക്കത്തെ ഞാനാൻ പറയുക, ജയിച്ചിഞ്ഞു വന്നാൽ അത് ഞാൻ തിന്നാൻ തരാം. ജയിച്ചിഞ്ഞു വന്നാൽ പാപത്തെയും ലോകത്തെയും ജഡത്തെയും ഒക്കെ ജയിച്ച് ജയജീവനം നയിക്കുന്ന വിശുദ്ധന്മാർ ജയിച്ചങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി പറുദീസയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പാട്ടൊന്ന് ചേർന്ന് പാട്. ദൈവവൃക്ഷത്തിന്റെ പാലം ദൈവ പാറു. അമ്മേ പാടമ്മേ, ജാഗത്തില്ലമ്മേ, അഥവാ ചത്താ ഞാനും നടക്കാമേ. വേറെ പാട്ടെൻ്റെ ഉണ്ടമ്മേ, നല്ല വൃത്തിയായിട്ട് അടക്കി. ഈയിടെ ഞങ്ങളുടെ വല്യമ്മേനെ ഞാൻ അടക്കി. ചെല്ലു പറഞ്ഞു, ഒരു തള്ള പറഞ്ഞു എന്നെ ഇതുപോലെ. ഞാൻ പറഞ്ഞ ചത്തിഞ്ഞോട്ട് താ അമ്മ, നിങ്ങളെ പിടിച്ച് അടക്കാൻ പറ്റുമോ? ഒരു തള്ള എന്നോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ അടക്കണം. ഞാൻ പറഞ്ഞു ചത്തിഞ്ഞോട്ട് തന്നാൽ ഞാൻ ചത്ത് തരിക തന്നെ ഇന്ന് അടക്കാം. ഇന്ന് ആകണ്ട, ഈ പാട്ട് നമുക്കങ്ങ് പാടാം. പാട്. ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവ പാറു ദീനായിൽ ആകെ അൽപ. കൈയടിച്ച് പാടും. കരഞ്ഞോണ്ട് പാടരുത്, കരഞ്ഞോണ്ട് പാടരുത്, സന്തോഷത്തോടെ പാടും. ആകെ അൽപ. അവിടെ ഇരിക്കുന്ന കൈയടിച്ച് പാട്, കൈയടിച്ച് പാട്. ഓ വീരു, ഓ യേശുവേ നിനക്ക് സ്തോത്രം. വേഗം പ്രത്യാശയോടെ കൈയടിച്ചു. ഓ യേശുവേ നിനക്ക് സ്തോത്രം. പ്രത്യാശയോടെ സന്തോഷത്തോടെ. ഓ സമയമാ വേഗത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു. ഓ സമയമാ കൈയടിച്ച് പ്രത്യാശയോടെ. ഓ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു. എൻ പ്രദേശം മദീനായി. ജയിക്കുന്നവന് പറുദീസ കൊടുക്കും. ഓ എൻ കൈയടിച്ച് ചേർന്ന് പാട്. നിർത്തിക്കേ. ഈ പാട്ട് ചത്ത് കിടക്കുമ്പോ പാടുന്നതല്ല, ജീവനോടിരിക്കുമ്പോ പാടി സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് കൈയടിച്ച് വൃത്തിയായിട്ട് പാടി, ശബ്ദമുയർത്തി പാടി ആരാധിച്ചു വേണം ഇന്ന് രാത്രി തിരിച്ചു പോകാൻ. ഒന്നാമത്തെ ആറാം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ പറുദീസയും ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും ഒടുക്കത്തെ ആറാം കാൽവറിയിൽ മരിച്ചത് കൊണ്ട് നമുക്ക് തിരികെ കിട്ടുക. ഈ വിചാരത്തോടെ ചിന്തയോടൊന്ന് പാടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. അല്പസമയം കൈയടിച്ച് ശരിക്ക് പാടി ദൈവത്തെ ആരാധിച്ചു വേണം ഇന്ന് രാത്രി ഈ പാലമറ്റം കൺവെൻഷൻ അവസാനിപ്പിക്കുക. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ആരും മൗനമായിരിക്കരുത്. അത് കൈയടിച്ചു വേണം ദൈവത്തെ ആരാധിച്ച്. ഞാൻ പാടുന്ന താളത്തിൽ വേണം നിങ്ങളും വായിക്കാനേ. കർത്താവിന്റെ മഹത്വം. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ള വിജയമേ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ള ചേർന്നുപാട്. എന്റെ യാത്ര കൂടെയാണ്. ഓ ആകെ അൽപ
വേഗം നിന്നെ കാണും ഞാൻ. ഓ യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ആമേ സമയമാ രഥത്തിൽ കൈയടിച്ച് പാട്. യാത്ര വേണ്ട, വേണ്ട. ചെയ്യുന്നു. ഓ സമയമാ രഥത്തിൽ കൈയടിച്ച് പാട്. സ്വർഗയാത്ര ആമേ ചെയ്യുന്നു എൻ സ്വദേശം. കൈയടിച്ച് ചേർന്ന് കൈയടിക്ക്. അത് വേണ്ട. ഓ എൻ സ്വദേശം കൺമദീനായി ആമേ രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യം. ഓ നിശ്ചയം ആമേ രാവിലെ ഭാഗ്യമുള്ള ഓ നിശ്ചയം ആമേ എന്റെ ദൈവയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പ. എന്റെ കൈയടിച്ച് ചേർന്ന് ശക്തിയോട് ശക്തിയോട് ലാടുപ്പാമേനാകൽപ്പ നേരം മാത്രം എന്റെ നേരം മാത്രം എന്റെ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ ആരാധിക്കും. ഓ യേശുവേ നിനക്ക് സ്തോത്രം, വേഗത്തിൽ കാണും ഞാൻ. ആമേൻ. യേശുവേ നിനക്ക് സ്തോത്രം. ഇന്ന് രാത്രി വിടുതൽ എല്ലാ പോരി അടിക്കട്ടെ. ഓ യേശുവേ നിനക്ക് സ്തോത്രം. ദൈവത്തെ മഹിമപ്പെടുത്ത്. ഓ കാണും ഞാൻ. ആമേൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ആമേൻ. എന്നെ ഏൽപ്പാനായി എന്റെ യാത്ര തീരുവാ. ഓ ആകെയൽപ്പാനേരം ആമേൻ. എന്റെ യാത്ര തീരുവാ. ഓ യേശുവേ നിനക്ക് സ്തോത്രം. എല്ലാ പോരുകളും ഇന്ന് രാത്രി അടിക്കട്ടെ. ഓരാത്മാവ് ഇന്ന് രാത്രി അടിക്കട്ടെ. പാപത്തിന് ഉണർന്ന് ഇന്ന് രാത്രി മാറട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. വ്യാപാരങ്ങളുടെ ഈ രാത്രി വിടുതൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പോരുകൾ ഇന്ന് രാത്രി അടിക്കട്ടെ. ജനത്തെ ബന്ധിക്കുന്ന, കുടുംബങ്ങളെ ബന്ധിക്കുന്ന, തലമുറയെ ബന്ധിക്കുന്ന ദേശത്തിന്റെ പോരുകൾ വടക്കിനോട് തരികയാണ്, തെക്കിനോട് തടുത്തു വെക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വ്യാപാരം സകല കെട്ടുകൾ ഇന്ന് രാത്രി പോകട്ടെ. ഏതാത്മാവ് ഇന്ന് രാത്രി അടിയത്തെ ബന്ധനം അടിയത്തെ സകല കൂട്ട വ്യാപാരങ്ങളെ ഈ രാത്രി ജയം. അടൽക്കന ദുരപടബലപടബല ദുരിതബലബല വിടുതൽ 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 വിടുതൽ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ശക്തിയോട് കെട്ടുകൾ പൊട്ടട്ടെ, രോഗബന്ധനം അടിയട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. അടംതന ജഗത്തുര അടമക്കട്ടി മടമച്ചാര അടബല ദുരിക ബലപടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം, ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ. വിരപ്പുടപടബലപട ദുരിക ബലപടബല അന്തല ജലാധാര ഭൈരപ്രബല. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Praise to Jesus. കരമുയർത്തി